യേശുവേ ആരാധന, യേശുവേ ആരാധന. പണ്ടൊക്കെ നമ്മൾ ജീസസ് മിഷനിൽ വരുന്നതിന് മുൻപ് അല്ലെങ്കിൽ ദൈവവചനം അറിയുന്നതിന് മുൻപ് ആരെങ്കിലും ഒരാൾ ഒരു പ്രാർത്ഥനയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് പറയും, സുഹൃത്തെ, സഹോദരി, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലേ, എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. പക്ഷെ ഒരു പരിധി വരെ ഇപ്പോൾ വേളാങ്കണ്ണിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നേർച്ച കാഴ്ചകൾക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മളൊരു 10 രൂപ എടുത്ത് കൊടുത്തിട്ട് പറയും, എൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കിട്ടോ, അല്ലേ, ഈ 10 രൂപ നേർച്ച ഇട്ടിട്ട് എൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞു വെച്ചേക്കിട്ടോ എന്ന് പറയും. നമ്മളൊരു മംഗളകരമായ കർമ്മത്തിനൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് വിവാഹത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, എനിക്ക് തോന്നുന്നു നമ്മൾ കടപ്പുറത്ത് ജീവിക്കുന്ന ആളുകളൊക്കെ ആണെങ്കിൽ കടലിൽ പോകുന്നതിന് മുൻപ് എല്ലാവരും ഈ പോകുന്ന വഴിയിൽ നേർച്ചപ്പെട്ടി കണ്ടു കഴിഞ്ഞാൽ അവിടേക്ക് ഒരു 10 രൂപ കൊടുത്തിട്ട് ഒന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ പോവാം കേട്ടോ, നമ്മുടെ വലയൊക്കെ ഒന്ന് നിറച്ച് തരണം കേട്ടോ, കാര്യങ്ങളൊക്കെ ഒന്ന് നടത്തി തരണം കേട്ടോ നമ്മൾ പറയും, അല്ലേ. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പ്രവൃത്തിയാണ്. ഇനി ആരെങ്കിലും ഈ പറഞ്ഞ നേർച്ചയ്ക്കോ കാഴ്ചകൾക്കോ ഒക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അവരുടെ അടുത്ത് പറയും, ഒരു 10 രൂപയോ 100 രൂപയോ കൊടുത്തിട്ട് പറയും, നമ്മുടെ കാര്യം കൂടി ഒന്ന് സൂചിപ്പിച്ചേക്കിട്ടോ എന്ന് എല്ലാവരും പറയുന്ന കാര്യമാണ്. ഇപ്പോൾ അതിൽ ചെറിയൊരു വ്യത്യാസം വന്നു. വ്യത്യാസത്രേ ഉള്ളൂ. നമ്മളിപ്പോൾ ഒരു പ്രശ്നം വന്നാൽ അപ്പോൾ ഫോൺ എടുക്കും, ബ്രദർമാരെ വിളിക്കും, ബ്രദറെ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഒന്ന് പ്രാർത്ഥിക്കണോട്ടോ എന്ന് പറയും, അല്ലേ. നമ്മൾ ബ്രദർമാരുടെ അടുത്ത് പറയും, നമ്മുടെ സഹോദരങ്ങളുടെ അടുത്ത് അല്ലെങ്കിൽ പുരോഹിതന്മാരുടെ അടുത്ത്, അച്ഛന്മാരുടെ അടുത്ത്, ഇങ്ങനെ ആരാണോ നമുക്ക് ഒരു സഹായം കിട്ടുന്നത്, ഒരു ആശ്രയം, നമുക്കൊന്ന് പറയാൻ പറ്റുന്ന ആരോടാണ് നമ്മൾ അവരോട് നമ്മുടെ പ്രാർത്ഥന റിക്വസ്റ്റുകൾ നമ്മൾ പറഞ്ഞു വെക്കുന്നതാണ് നമ്മുടെ എല്ലാം പതിവ്. അതിൽ തെറ്റൊന്നുമില്ല. നമ്മളതിന് തെറ്റല്ല പറയുന്നത്. നമ്മുടെ സഹോദരങ്ങളോട്, ആത്മീയ കൂട്ടായ്മയോട്, നമ്മുടെ ബ്രദേഴ്സിനോട്, പുരോഹിതരോട്, സുവിശേഷകരോട്, നീതിമാന്മാരോട് ദൈവസന്നിധിയിൽ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നതിൽ ഒരു തെറ്റൊന്നുമില്ല. പക്ഷെ ഇത് മാത്രമായി ഇരിക്കുന്നതാണ് തെറ്റ്. എന്താണ് തെറ്റ്? നമ്മളൊട്ട് പ്രാർത്ഥിക്കത്തില്ല, നമ്മളെല്ലാം ഇടനിലക്കാരനെ ഏൽപ്പിക്കും, എല്ലാം മറ്റുള്ളവരെ ഏൽപ്പിക്കും. നീ അത് ചെയ്യ്, നീ ഇത് ചെയ്യണം, എനിക്ക് വേണ്ടി ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പറഞ്ഞ് എല്ലാം നമ്മൾ 10 രൂപ 100 രൂപയൊക്കെ കൊടുത്ത് നമ്മളൊരു ഇടനിലക്കാരനെ നിർത്തുന്നു, അല്ലേ. പിച്ചക്കാരൻ ആളെ വെച്ച് തെണ്ടിക്കും എന്ന് പറയും. അതായത് അവനോ പിച്ചക്കാരനാണ്, അവൻ ആ പണി പോലും എടുക്കില്ല, അവൻ എന്ത് ചെയ്യും, വേറെ ആളുകൾ വെച്ച്. നമ്മൾ ഈ ഭിക്ഷാടന മാഫിയൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അല്ലേ. ഭിക്ഷാടന മാഫിയ, അതായത് കുറേ ആളുകളെ പിടിച്ചു കൊണ്ടുവന്ന് അവരെ കൊണ്ട് ഭിക്ഷ യാചിപ്പിച്ച് ഇപ്പുറത്തിരുന്ന് ജീവിക്കുന്നവർ ഉണ്ട്. അങ്ങനെ ഒരു ഭിക്ഷാടന മാഫിയ ഉണ്ട്. ആത്മീയ കാര്യത്തിലും നമ്മൾ ഇങ്ങനെ ഒരു മാഫിയാണോ എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. ഞാനും ഈ പരിപാടിയാണോ ചെയ്യുന്നത്? കാലത്ത് തുടങ്ങി ഇങ്ങനെ ബ്രദേഴ്സിൻ്റെയും പാസ്റ്റർമാരുടെയും ബിഷപ്പന്മാരുടെയും അച്ഛന്മാരുടെയും ഒക്കെ നമ്പർ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് വിളിക്കുക, ബ്രദറെ പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ചില കോളുകൾ നമുക്ക് വരും. ഇപ്പോൾ നമ്മുടെ മിഷൻ ചാനലൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ ആ ചാനലിൽ നമ്മുടെ ഫോൺ നമ്പറൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഫോണിൽ ചില കോളുകൾ, ഒത്തിരി കോളുകളുണ്ട്, നല്ല കോളുകൾ, പ്രാർത്ഥന വിഷയം പറയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. അവരൊക്കെ അവരുടെ വിഷമങ്ങളും വേദനകളൊക്കെ പറഞ്ഞിട്ട്, ബ്രദറെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെ ഒന്ന് ഓർക്കണമേ എന്ന് പറയുന്നവരുണ്ട്, നല്ല ആളുകളുണ്ട്. പക്ഷെ ചില ആളുകളുണ്ട് ഫോൺ എടുത്ത് വെച്ചിട്ട് വിളിച്ചു കഴിഞ്ഞാൽ എടുത്തു വഴിക്ക്, ബ്രദറെ പേപ്പറും പേന എടുത്തോ? ഓക്കെ, പേപ്പറും പേന എടുത്തു, എന്നാൽ എഴുത്. ആലീസിന് വേണ്ടി പ്രാർത്ഥിക്കണം, പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കണം, ചാക്കപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ഒരാൾക്ക് ആരാ? എൻ്റെ മക്കളാ. ആലീസ് എന്ത് ചെയ്യുന്നു? അമേരിക്കയിലാണ് ബ്രദറെ. ചാക്കോച്ചൻ എന്ത് ചെയ്യുന്നു? ചാക്കോച്ചൻ UK അപ്പം എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? സാമ്പത്തികമായ ഒരു മെച്ചപ്പാടില്ല ബ്രദറെ. UK ഒരു വീട് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ലോണൊന്നും പാസ്സാവുന്നില്ല. എത്ര ലോണാണ് നമ്മൾ അപ്ലൈ ചെയ്തേക്കുന്നത്? ഒരു 6 കോടി രൂപയാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ലോണൊന്നും പാസ്സാവുന്നില്ല. ഇപ്പിയുള്ള വീടോ അതൊരു 4 കോടി രൂപയുടെ വീടാണ്, അത് പോരാ. ഇങ്ങനെ പ്രാർത്ഥന ആവശ്യം പറയാൻ മാത്രം വിളിക്കുന്ന ചില അമ്മിച്ചിമാരുണ്ട്. അതായത് ഫോൺ എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ, കൂടുതലും ആ ഒരു മേഖലയുള്ളത് നമ്മുടെ ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെയുള്ള, ബൈബിൾ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടു എന്ന് പറയുന്ന ചില അമ്മിച്ചിമാരാണ്. അവർ വിളിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇതായിരിക്കും അവരുടെ ഉദ്ദേശം. അതായത് ഒരു ഇടനിലക്കാരനെ നിർത്തി പ്രാർത്ഥിപ്പിക്കുന്ന ഒരു രീതി. നമ്മൾ മോശക്കാരൊന്നല്ല, അത്യാവശ്യം നമ്മളും അതിനകത്തുണ്ട്, ഇല്ലായികയൊന്നുമില്ല. ഞാൻ പറയുന്നത്, ആരാണ് പ്രാർത്ഥിക്കേണ്ടത് നമുക്ക് വേണ്ടി? ബ്രദേഴ്സാണോ പ്രാർത്ഥിക്കേണ്ടേ? അച്ഛന്മാരാണോ പ്രാർത്ഥിക്കേണ്ടേ? ആരാണ് ആദ്യം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടേ? എവിടെയാണ് ക്രിസ്ത്യാനി എന്ന നാമധേയം നമുക്ക് ചാർത്തി തരുന്നത്? ആരാണ് ക്രിസ്ത്യാനി? എവിടെയാണ് ഈ ക്രിസ്ത്യാനി എന്ന നാമം നമ്മുടെ മുൻപിൽ വരുന്നത്?
പലപ്പോഴും നമ്മളെ കളിയാക്കി വിളിക്കുന്നൊരു പേരുണ്ട്, പ്രത്യേകിച്ച് കത്തോലിക്കരായിട്ടുള്ള വിശ്വാസികളെയൊക്കെ കളിയാക്കി പെന്തക്കോസ്തകാർ വിളിക്കുന്നൊരു പേരുണ്ട്. നിങ്ങൾ ക്രിസ്ത്യാനികളല്ല, നിങ്ങൾ മറിയാനികളാണെന്ന് പറയും. നിങ്ങൾ ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കാറില്ല, നിങ്ങൾ ആരോടെ പ്രാർത്ഥിക്കുന്നത്? മറിയത്തോടെ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പേര് കുറച്ചുകൂടി നല്ലത് മറിയാനികളാണെന്ന് പറയുന്ന ഒരു തമാശ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഒരു പരിധിവരെ അതിൽ ചില ശരികളും ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ല. കാരണം ക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുന്നതിൽ കൂടുതൽ നമ്മൾ ആരോടെ പ്രാർത്ഥിക്കുക? ഒരു കാലത്ത് നമ്മൾ ആരോടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്? യേശുവിനെ അറിയുന്നതിലും കൂടുതൽ, യേശുവിനെ സ്നേഹിക്കുന്നതിലും കൂടുതൽ നമ്മളൊരു പരിധിവരെ യേശുവിൻ്റെ അമ്മ മാതാവായ മറിയത്തോടാണ് പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇന്ന് ക്രിസ്തുവിനെ അറിഞ്ഞപ്പോൾ നമ്മൾ നേരിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ശരി തന്നെയാണ്. അപ്പൊ നമ്മൾ ആരോടാണ് പ്രാർത്ഥിക്കുന്നത്? നമ്മൾ ആരാണ്? ഞാൻ ആരിലാണ് വിശ്വസിക്കുന്നത്, ആശ്രയിക്കുന്നത്? ഇതൊരു വലിയ ചോദ്യമാണ്. ക്രിസ്തുവാണോ എൻ്റെ ആശ്രയം? ക്രിസ്തുവിലാണോ എൻ്റെ വിശ്വാസം? ഞാൻ യേശുവിനോടാണ് പ്രാർത്ഥിക്കേണ്ടത്? ഇനി അങ്ങനെ പ്രാർത്ഥിച്ചാലുള്ള ഗുണം എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം. റോമാലേഖനം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 9 മുതൽ വാക്യങ്ങൾ. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പോൾ അവിടെ ഒന്ന് വിശ്വാസം. നമുക്ക് വിശ്വാസം വേണം. വിശ്വാസം ഇല്ലാത്തവൻ രക്ഷപ്പെടുമോ? രക്ഷ പ്രാപിക്കത്തില്ല. അപ്പൊ വിശ്വാസം മാത്രം മതിയോ എന്ന് ചോദിച്ചാൽ വിശ്വാസം മാത്രം പോരാ. ആ വിശ്വാസത്തിന് ഒരു പ്രവൃത്തി കൂടെയുണ്ട്. ആ പ്രവൃത്തി എന്താണ്? അനുസരണം. യേശുവിനെ ഏറ്റുപറയുന്ന ഒരു പ്രവൃത്തി കൂടെ നമുക്കവിടെ കാണാൻ പറ്റും. എന്നിട്ട് തൊട്ടടുത്ത വാക്യം 10-ാം വാക്യം പറയാണ്, എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നു, അവൻ അധരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യുന്നു. രണ്ട് കാര്യങ്ങളും വളരെ നിർബന്ധമായ കാര്യമാണ്. വിശ്വാസവും വേണം, ആ വിശ്വാസത്തിന്റെ അനുസരണമാകുന്ന ഒരു പ്രഖ്യാപനം, ഒരു പ്രൊക്ലൈമിങ്. എന്താണ്? യേശു കർത്താവാണെന്ന് നീ എന്ത് ചെയ്യണം? അധരം കൊണ്ട് ഏറ്റുപറയണം. യേശുവിനെ നിന്റെ അധരം കൊണ്ട് നീ ഏറ്റുപറയണം. യേശുവാണ് എൻ്റെ ദൈവം, യേശുവാണ് എൻ്റെ രക്ഷകൻ, യേശുവാണ് എന്നെ വിശുദ്ധീകരിക്കുന്നത്, യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് നീ അധരം കൊണ്ട് ഏറ്റുപറയണം. നമ്മളൊക്കെ പറയുന്ന കാര്യമാണ്, കർത്താവാണ് എൻ്റെ യേശു എന്ന എൻ്റെ കർത്താവ്, യേശുവാണ് എൻ്റെ കർത്താവ്. എവിടെയാണ് യേശു എൻ്റെ കർത്താവ് അല്ലാതെയാകുന്നത് എന്നുകൂടെ നമ്മൾ ചിന്തിക്കണം. യേശു എൻ്റെ കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുന്നു. അധരം കൊണ്ട് പറയാം, സുഖമല്ലേ? അധരം കൊണ്ട് പറയാൻ ഈസി അല്ലേ? പക്ഷേ ഈ അധരം കൊണ്ട് പറയുന്നത് തന്നെയാണ്. നമ്മളിപ്പം വിവാഹമുണ്ട്, വിവാഹത്തിൻ്റെ സമയത്ത് നമ്മളൊരു പ്രതിജ്ഞ എടുക്കും. കഷ്ടതയിലും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലും മരണത്തിലും, മരണം വരെ ഞാൻ ഇവളോടുകൂടെ ഒന്നിച്ച് ജീവിക്കും. 2 ദിവസം കഴിഞ്ഞ് പട്ടിണി വരുമ്പോൾ തിരിച്ചു പറയും, കഷ്ടത വരുമ്പോൾ തിരിച്ചു പറയും, പ്രതികൂലം വരുമ്പോൾ തിരിച്ചു പറയും. പ്രതിജ്ഞയൊക്കെ എടുക്കാൻ പറ്റും. പലരും പോയി ചോദിക്കുന്ന കാര്യമാണ്, എൻ്റെ പൊന്നു ബ്രദറെ, വാക്കല്ലേ മാറ്റാൻ പറ്റുള്ളൂ, നമുക്ക് മാറാനൊന്നും പറ്റത്തില്ലല്ലോ. വാക്ക് കൊടുത്താൽ മാറാമോ? മാറാൻ പാടുണ്ടോ? ഇല്ല. നമ്മൾ അധരം കൊണ്ട് ഏറ്റു പറയുകയാണ് യേശു കർത്താവാണെന്ന് പറയാൻ സുഖമാണ്. പക്ഷെ അത് ശരിയാണോ എന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. എപ്പോഴും ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ, അത് പ്രവൃത്തിയിൽ അത് പ്രാവർത്തികമാണ്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയാൻ ഈസിയാ. എല്ലാവരും പറയില്ലേ? നിങ്ങളോട് ഇപ്പം ഞാനിപ്പോൾ പറയിപ്പിക്കുകയാണ് യേശു കർത്താവാണെന്ന് നിങ്ങളൊന്ന് ഏറ്റു പറഞ്ഞെന്ന് പറഞ്ഞാൽ എല്ലാവരും പറയും. എന്താണ് ഈ വാക്ക്? എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? എൻ്റെ സകല കാര്യത്തിലും കർത്തൃത്വം വഹിക്കുന്നവൻ അവനാണ്. എൻ്റെ സകല മേഖലകളിലും ഞാൻ ആദ്യം എനിക്ക് ആശ്രയിക്കാൻ കൊള്ളാവുന്നവൻ അവൻ മാത്രമാണ്, മറ്റൊന്നുമില്ല. ഒരു പ്രശ്നം വരുമ്പോൾ കർത്താവിനോട് ചോദിച്ചിട്ട് കുറേ കാലമായി, കർത്താവ് നടത്തുന്നില്ല, അതുകൊണ്ട് വളഞ്ഞ വഴിക്ക് നമുക്ക് പോയി കാര്യം നടത്താമെന്ന് പറയുന്നവനും ചിന്തിക്കുന്നവനും ഈ വാക്ക് പറയാൻ പാടില്ല. അവൻ ഈ വാക്ക് ലംഘിക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയാണ്, എൻ്റെ എല്ലാ കാര്യം നടത്തി തരുന്നത് എൻ്റെ അപ്പനാണ്. എൻ്റെ അപ്പനാണ് എൻ്റെ എല്ലാ കാര്യങ്ങളും നടത്തി തരുന്നത്. അപ്പനോടൊരു കാര്യം 2-3 പ്രാവശ്യം പറഞ്ഞിട്ട് നടത്തിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇപ്പുറത്ത് അമ്മയോട് പറയും, അമ്മേ ഈ കാര്യം ഒന്ന് അപ്പനോട് പറഞ്ഞ് ഒന്ന് നടത്തി തരണമേ എന്ന് പറയും. നമ്മൾ ദൈവത്തോട് നേരിട്ട് യാചിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കർത്താവ് വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നിന്റെ കർത്താവ്, എൻ്റെ കർത്താവ് യേശുവാണെന്ന് ഞാൻ അധരം കൊണ്ട് ഏറ്റു പറയുന്നുണ്ടെങ്കിൽ നിന്റെ സകല കാര്യത്തിനും അവൻ മതിയായവനാണെന്ന് നീ വിശ്വസിക്കണം. ആ വിശ്വാസമാണ് നീ ഏറ്റു പറയേണ്ടത്. അല്ലാതെ ഞാൻ 2 പ്രാവശ്യം പറഞ്ഞു, കർത്താവ് ചെയ്തില്ല, അതുകൊണ്ട് ഞാൻ ഇനി കർത്താവ് നീ അവിടെ ഇരിക്കുക, ഞാൻ ഇപ്പുറത്തെ വഴി കൂടെ കാര്യം നടത്താമെന്ന് പറയുന്നവൻ പറയാൻ പാടില്ല യേശു കർത്താവാണെന്ന്. അവൻ കർത്താവിനെ ആശ്രയിക്കുന്നില്ല.
അവൻ ദൈവത്തെ ആശ്രയിക്കുന്നില്ല, അവൻ ദൈവത്തിലല്ല വിശ്വസിക്കുന്നത്. കർത്താവ് നമ്മുടെ കാര്യം മറന്നു പോവോ? ഞാൻ എൻ്റെ മകൻ്റെ കാര്യം മറന്നു പോകുന്ന പോലെ കർത്താവ് നമ്മുടെ കാര്യം മറന്നു പോവോ? പോകത്തില്ല. ദൈവവചനം വ്യക്തമായിട്ട് മത്തായി സുവിശേഷത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ വയലിലെ ലില്ലികളെ നോക്കുവിൻ, പുൽക്കൊടിയെ നോക്കുവിൻ, സോളമൻ പോലും തൻ്റെ സർവ്വജ്ഞാനത്തിലും സർവ്വമഹത്വത്തിലും ഈ പുൽക്കൊടിയുടെ അത്രം മഹത്വത്തിലായിരുന്നില്ല. അതിനേക്കാൾ എത്രയോ മഹത്വത്തിലാണ് ഈ പുൽക്കൊടി നിൽക്കുന്നത്. പുല്ലിനെ നോക്കിയിട്ട് പറയാ, ആ എന്തൊരു ഭംഗി അല്ലേ? തൊട്ടാവാടിയെ നോക്കിയിട്ട് നമ്മൾ പറയുമോ ആരെങ്കിലും എന്തൊരു ഭംഗി എന്ന് പറയോ? ശവന്നാറിപ്പൂവിനെ നോക്കിയിട്ട് പറയോ എന്ത് രസമുണ്ട് കാണാൻ പറയോ? റോസാപ്പൂവിനൊക്കെ കണ്ടിട്ട് പറയും കൊള്ളാം, നല്ല ഭംഗിയുണ്ടെന്ന് പറയും. അല്ലെങ്കിൽ അങ്ങനത്തെ പൂക്കളൊക്കെ നല്ല ഭംഗിയുള്ള പൂക്കളെ നോക്കിയിട്ട് പറയാൻ പറ്റും. കർത്താവ് ഈ പൂക്കളെ ഒന്നും ഉദാഹരണം വെച്ചോ? ഏതെങ്കിലും നല്ല ഭംഗിയുള്ള ഇപ്പം ഡാലിയോ അല്ലെങ്കിൽ ജമന്തിയോ റോസോ ഇങ്ങനെയുള്ള നല്ല പൂക്കളെ എന്തെങ്കിലും നല്ല മണവും കാണാൻ ഭംഗിയുള്ള എന്തെങ്കിലും പൂവിന് ഉദാഹരണം വെച്ചോ? ഒന്നുമില്ല. വയലിലെ പുൽക്കൊടിയെ നോക്കുവിൻ. അതായത് യാതൊരുവിധ ഉപകാരവുമില്ലാത്ത ഏറ്റവും സാധാരണമായ ഒരു ചെടിയെ നിങ്ങൾ നോക്കിയിട്ട് ചോദിക്കുകയാണ്, അതിനെ ഞാൻ എത്രയോ മനോഹരമായിട്ടാണ് നിർത്തിയിരിക്കുന്നത്, എത്രയോ മഹത്വത്തിലാണ് നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ പകുതി പോലും സർവമഹത്വത്തിലും, അതായത് ക്ഷേബാരാജ്ഞി വന്ന് അല്ലയോ സോളമൻ ചെയ്ത മഹത്വത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന ആ സോളമനെ വെച്ചിട്ട് പറയുക, ഈ സോളമന്റെ മഹത്വത്തെക്കാൾ വലിയ മഹത്വത്തിലാണ് ഞാൻ ഈ പുൽക്കൊടിയെ നിർത്തിയിരിക്കുന്നതെങ്കിൽ ഞാൻ നിന്നെ അതിലും കൂടുതൽ മഹത്വത്തിൽ നിർത്തത്തില്ലേ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ഒരു പുൽക്കൊടിയുടെ കാര്യത്തിലാണോ കർത്താവിന് ശ്രദ്ധ? ആണോ? അതിനേക്കാൾ എത്രയോ മഹത്വത്തിൽ നിന്നെ ഞാൻ നിർത്തത്തില്ല എന്ന കർത്താവ് നമ്മളോട് ചോദിക്കുന്നത്. നമ്മൾ കണ്ണാടിയിൽ നോക്കിയിട്ട് പറയുക, ഇത് പോരാ, കുറച്ചും കൂടി ഭംഗിയുള്ളൊരു ഞാനായിരുന്നെങ്കിൽ അതായിരുന്നു കുറച്ചുകൂടി നല്ലത്. ഞാൻ പണ്ട് കുറേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ മോന്ത കർത്താവ് ഈ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഒന്ന് കുറച്ച് കറക്റ്റാക്കി, കുറച്ചും കൂടി നല്ല കട്ടിയുള്ള മീശ, കുറച്ചുകൂടി നല്ല കണ്ണ്, നല്ല പുരികം, നല്ല കാണാൻ ഭംഗിയുള്ളൊരു ഞാനായിരുന്നെങ്കിൽ എന്തിന് നല്ല ഞാനായിരുന്നു. ഇതൊരു ജാതി ഓഞ്ഞ മോന്തയും എന്ത് പരിപാടിയാണ് കാണിച്ചേ? നമ്മൾ കർത്താവിനോട് പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്. ഇത് നമ്മളുടെ മാനസികമായ പ്രശ്നത്തിൽ നമ്മൾ നോക്കുമ്പോൾ, പക്ഷെ ദൈവം അതിനെ സർവമഹത്വത്തിലാണ് നിർത്തിയിരിക്കുന്നത്. കാക്ക തൻ്റെ കുഞ്ഞിനെ നോക്കിയിട്ട് പറയോ കറുത്തിരുണ്ടിരിക്കുക പിശാച് ചെകുത്താൻ എന്ന് പറയോ? ഏതെങ്കിലും കാക്ക പറയോ? നമ്മൾ നമ്മുടെ മക്കളെ നോക്കിയിട്ട് പറയോ ഇതെന്താ ഇങ്ങനെയായിപ്പോയേ എന്ന് പറയോ ആരെങ്കിലും? കാക്കയ്ക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞെന്ന് പറയുന്ന പോലെ അവരവർക്ക് തൻ്റെ മക്കൾ ശ്രേഷ്ഠമാണെങ്കിൽ ദൈവത്തിന് നമ്മൾ എത്രയോ മഹത്വമുള്ള ശ്രേഷ്ഠമുള്ളവരാണ് നമ്മൾ ചിന്തിക്കണം. അവൻ നമ്മളെ മാറ്റി നിർത്തത്തില്ല. പക്ഷേ കർത്താവ് ഒറ്റ കാര്യമാണ് നമ്മളോട് പറയുന്നത്, വിശ്വസിക്കുക, നിന്റെ ആദരം കൊണ്ട് ദൈവത്തെ ഏറ്റുപറയുക. യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട്. എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും തന്മൂലം നീതീകരിക്കപ്പെടുകയും. അവനെ നീതീകരിക്കുന്ന ദൈവം അവൻ്റെ വിശ്വാസത്തിലാണെങ്കിൽ, അടുത്ത കാര്യം പറയണം, അവൻ ആദരം കൊണ്ട് ഏറ്റുപറയുകയും തന്മൂലം രക്ഷ പ്രാപിക്കുകയും ചെയ്യും. രക്ഷയ്ക്ക് ആധാരമായി ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ആദരം കൊണ്ട് ഏറ്റുപറയുക. എവിടെ വെച്ച് എവിടെ വെച്ച് കണ്ടാലും യേശു ദൈവമാണെന്ന് ഏറ്റുപറയാൻ പറ്റുമോ? എത്ര പേർക്ക് പറ്റും? യേശുവാണ് കർത്താവ്, അവനാണ് രക്ഷകൻ, അവനാണ് ഏക സത്യ ദൈവമെന്ന് ഏറ്റുപറയാൻ എത്ര പേർക്ക് പറ്റും? എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അവിടെ DP-യുടെ ഇപ്പുറത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, യേശു ഏക രക്ഷകൻ. യേശു ഏക രക്ഷകൻ ഞാനവിടെ എഴുതി വെച്ചിരിക്കുന്ന കാര്യമാണ്. ഇത് വർഷങ്ങൾക്ക് മുൻപ് എനിക്ക് കിട്ടിയൊരു ബോധ്യത്തിൽ ഞാൻ ഇപ്പോഴും അത് തന്നെ എഴുതിയിരിക്കുന്നത്, ഒരു മാറ്റവും ഇല്ല. യേശു ഏക രക്ഷകൻ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നമ്മൾ ഇത് എത്രത്തോളം പ്രഖ്യാപിക്കുന്നുണ്ട്. ഒരു ട്രെയിനിൽ വെച്ച് ഒരാളെ കണ്ടുകിട്ടി, അപരിചിതനെ ഒരുവനെ കണ്ടുകിട്ടി, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്ത് വെച്ച് ഒരാളെ കിട്ടി, നമുക്ക് പറയാൻ പറ്റുമോ യേശു ഏക രക്ഷകൻ എന്ന് പറയാൻ പറ്റുമോ? യേശു ഏക കർത്താവ് എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയുന്നവരുണ്ട്, പറയാത്തവരുമുണ്ട്. നമ്മുടെ ആവശ്യത്തിന് മാത്രം കർത്താവിനെ തേടുന്നവരുണ്ട്, അല്ലേ? സീസണിൽ മാത്രം വിശ്വാസി, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ വരുന്നു മാത്രം ക്രിസ്ത്യാനി, രക്ഷിക്കപ്പെട്ടവൻ കസേരയിൽ വരുന്നു മാത്രം, പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ മാത്രം നമുക്കത് മതി, അതിൻ്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നും വേണ്ട എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്നവരുണ്ട്. നീ എവിടെയായിരിക്കുന്നോ യേശുവിനെ ഏറ്റുപറയണം. ഏത് സ്ഥലത്തും നീ കർത്താവിനെ ഏറ്റുപറയണം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. സകല നാവുകളും ഏറ്റുപറയണം, എല്ലാ നാവും ഏറ്റുപറയണം. യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് ഏറ്റുപറയണം സർവ്വനാവുകളും.
എല്ലാവരും ഏറ്റു പറയണം, യേശുവാണ് എൻ്റെ കർത്താവ്, എന്നെ നടത്തുന്നവൻ യേശുവാണ്, എൻ്റെ ഇടയൻ യേശുവാണ്. യേശു ആടുകളുടെയും ഇടയൻ്റെയും ഒരു ഉപമ പറഞ്ഞു അല്ലേ. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ഈ ആട്ടുകൂട്ടത്തിൽ പെടാത്ത ആടുകളും എനിക്കുണ്ട്. എന്നാൽ എൻ്റെ ആടുകൾ അല്ലാത്തവർ എൻ്റെ ശബ്ദം കേൾക്കത്തില്ല, അവർ വേറെ വഴിക്ക് പോകും. എൻ്റെ ആടുകൾ മാത്രമേ എൻ്റെ ശബ്ദം കേൾക്കത്തുള്ളൂ, അവൻ മാത്രമേ എൻ്റെ പിന്നാലെ വരത്തുള്ളൂ എന്ന് കർത്താവ് ആടുകളുടെയും ഇടയൻ്റെയും ഉപമ വെച്ച് പറയുന്നുണ്ട്. നമ്മൾ യേശുവാണ് കർത്താവ് എന്ന് പറയുന്നുണ്ടെങ്കിൽ അവൻ്റെ ശബ്ദം കേൾക്കും, അവൻ്റെ വഴി പിന്തുടരും, അവനെക്കുറിച്ച് ലോകത്തോട് വിളിച്ചു പറയും, മനുഷ്യരുടെ മുൻപിൽ ഏറ്റുപറയും, മറ്റുള്ളവരുടെ മുൻപിൽ ഏറ്റുപറയും. മത്തായി സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യത്തിൽ ദൈവവചനം ഒരു പ്രധാനപ്പെട്ട വിഷയം നമ്മളോട് പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 32-ാം വാക്യം. മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. മറ്റുള്ളവരുടെ മുൻപിൽ, മനുഷ്യരുടെ മുൻപിൽ ആരെ ഏറ്റുപറയണം? യേശുവിനെ ഏറ്റുപറയണം. എന്താണ് യേശുവിനെ ഏറ്റുപറയേണ്ടത്? യേശു കർത്താവാണ് എന്ന് ഏറ്റുപറയണം. അവനാണ് എൻ്റെ ഇടയൻ എന്ന് ഏറ്റുപറയണം. എൻ്റെ സർവ്വകാര്യത്തിനും ഞാൻ ആശ്രയിക്കുന്നത് എൻ്റെ ദൈവത്തിലാണെന്ന് ഞാൻ ഏറ്റുപറയണം. ഇന്ന് ലോകം യേശുവിനെയാണോ കർത്താവ് എന്ന് ഏറ്റുപറയുന്നത്? ആണോ? അവരുടെ ആവശ്യത്തിന് ആരാണോ അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥൻ, എൻ്റെ കാര്യസാധ്യം ആരാണോ നടത്തി തരുന്നത് അവനെയല്ലേ ഏറ്റു പറയുന്നത്? ആണോ അല്ലേ? ഞങ്ങളുടെ അവിടെ ഞാൻ സ്ഥിരം പോയിക്കൊണ്ടിരുന്നൊരു യൂദാസ്ലീഹയുടെ ചർച്ച് ഉണ്ട്. പ്രത്യേകിച്ച് ലാറ്റിൻ വിങ്ങുകളിൽ, കാത്തലിക് സഭയിലെ തന്നെ ലാറ്റിൻ വിങ്ങുകളിൽ ഒരു പ്രധാനപ്പെട്ട വിശുദ്ധനാണ് യൂദാസ്ലീഹ. യൂദാസ്ലീഹ പേര് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? അത് നൊവേന നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എന്നെ ആരും കല്ലെടുത്ത് എറിയണ്ട, ഒന്നും ഞാൻ പറയുന്നില്ല വേറെ. അതിൻ്റെ അവസാനം ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങേ മഹത്വം ഞാൻ ലോകം മുഴുവൻ പ്രചരിപ്പിക്കാം. അസാധ്യ കാര്യങ്ങളുടെ മധ്യസ്ഥനായ വിശുദ്ധ യൂദാസ്ലീഹായെ അങ്ങേ മഹത്വം ഞാൻ ലോകം മുഴുവൻ പ്രഘോഷിക്കാം. ആരുടെ മഹത്വമാണ് നമ്മൾ ലോകം മുഴുവൻ പറയേണ്ടത്? യൂദാസ്ലീഹയുടെ മഹത്വമാണോ? സ്വർഗത്തിലെ കർത്താവായ യേശുവിൻ്റെ മഹത്വമാണോ? ആരുടെ മഹത്വം ലോകം മുഴുവൻ പറയണ്ടേ? യേശുവിൻ്റെ മഹത്വമാണ്. അതേ, എൻ്റെ കാര്യസാധ്യത്തിന് വേണ്ടി ഞാൻ പോയി യൂദാസിനോട് പറഞ്ഞു കഴിഞ്ഞ് യൂദാസ് എനിക്ക് കാര്യം നടത്തി തരുന്നു, ഓക്കെ, അങ്ങനെ വിചാരിക്കുക നമ്മൾ. അങ്ങനെ നടത്തി തന്നാലും ആരെയാണ് മഹത്വപ്പെടുത്തേണ്ടത്? കർത്താവായ യേശുവിനല്ലേ മഹത്വപ്പെടുത്തേണ്ടത്? നിങ്ങൾ സുവിശേഷത്തിൽ നിങ്ങൾ മുഴുവൻ വായിച്ചോ, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ, 4 സുവിശേഷം വായിക്കുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. യഹൂദരുടെ ഇടയിൽ യേശു ചെയ്ത പ്രവർത്തികൾ മുഴുവൻ അവിടെ ഉണ്ടായിരുന്നവർ കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. യേശുവിനെ ഒരാൾ പോലും മഹത്വപ്പെടുത്തുന്നില്ല. അത്ഭുതം ചെയ്തത് ആരാണ്? യേശു. മരിച്ചവനെ ഉയർപ്പിച്ചത് ആരാണ്? അപ്പം വർദ്ധിപ്പിച്ചു കൊടുത്തത് ആരാണ്? എല്ലാ പ്രവർത്തികളും ചെയ്യുന്നത് യേശുവാണ്. കുഷ്ഠരോഗിയെ സൗഖ്യപ്പെടുത്തി, ലാസറിനെ ഉയർപ്പിച്ചു, പിശാച് ബാധിതനെ സൗഖ്യപ്പെടുത്തി, മരിച്ചവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇങ്ങനെ അത്ഭുതങ്ങൾ മുഴുവൻ ചെയ്തു. പക്ഷെ അവിടെ എല്ലാം തൊട്ട് താഴെയുള്ള വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവരെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തി. അവിടെ കൂടിയിരുന്ന യഹൂദർ ദൈവത്തെ മഹത്വപ്പെടുത്തി. തളർവാദ രോഗി അവിടെ വന്നു, യേശു അവന്റെ പാപങ്ങൾ ക്ഷമിച്ചു, അവനോട് എഴുന്നേറ്റ് നടക്കാൻ പറഞ്ഞു. അവൻ എഴുന്നേറ്റ് തന്റെ കിടക്കയും എടുത്ത് നടന്നു. കൂടിയിരുന്ന ജനം ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന വചനത്തിൽ എഴുതിയിരിക്കുന്നത്. ആരെ മഹത്വപ്പെടുത്തി? ദൈവത്തെ മഹത്വപ്പെടുത്തി. യഹോവയായ അവർ വിശ്വസിക്കുന്ന സത്യ ദൈവത്തെ അവർ മഹത്വപ്പെടുത്തി. ആരും യേശുവിനെ മഹത്വപ്പെടുത്തിയില്ല. കാരണം യേശുവിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു എന്ന് അവർ വിശ്വസിച്ചു. അവർക്ക് വേറൊരു കർത്താവില്ല, അവർക്ക് വേറൊരു മധ്യസ്ഥനില്ല, അവർ വേറൊരു വളഞ്ഞ വഴി പോകുന്നില്ല. കാരണം ദൈവം ഇസ്രായേലിനെ വിളിച്ചു വേർതിരിച്ചപ്പോൾ 10 കൽപ്പനകൾ കൊടുത്ത് ദൈവം തൻ്റെ ജനത്തെ വിളിച്ച് മഹത്വപ്പെടുത്തി. ഇസ്രായേൽ എൻ്റെ പരിശുദ്ധൻ, അല്ലെങ്കിൽ ഇസ്രായേലിനെ ഞാൻ നടത്തും, ഇസ്രായേലിൻ്റെ കർത്താവാണ് ഞാൻ, യഹോവയാണ് കർത്താവ്, അവൻ ഇസ്രായേലിൻ്റെ ദൈവമാണെന്ന് അവരെപ്പോഴും ഏറ്റുപറഞ്ഞുകൊണ്ടിരുന്നു. അവർക്ക് അതിൻ്റെ വളഞ്ഞ വഴിയൊന്നും അവർ പോയിരുന്നില്ല. കർത്താവിൻ്റെ മക്കൾ ഇങ്ങനെ പോകാൻ വേണ്ടിയാണ് ഒരു അടിത്തറയിട്ട് യഹൂദ വിശ്വാസം നമുക്ക് തന്നത്. നമ്മൾ യഥാർത്ഥത്തിൽ യഹൂദ വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ബേസിക് പ്ലാറ്റ്ഫോം തന്നെയാണ്. വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസമുണ്ടോ? ഉണ്ടോ? ഇല്ല. ഒരു പക്ഷേ ഹൈന്ദവ വിശ്വാസത്തിലോ മുസ്ലിം വിശ്വാസത്തിലൊക്കെ ആയിരുന്ന ജനിച്ചു വളർന്നവര് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് കടന്നു വന്നവരുണ്ടാകാം. അവരൊരു പരിധി വരെ പേര് മാറ്റാറില്ല. ഇപ്പൊ അനിൽ അയ്യപ്പൻ, നിങ്ങൾ കേട്ടിട്ടുണ്ടോ പേര് അല്ലേ? അദ്ദേഹം ഒരു ഹൈന്ദവ വിശ്വാസത്തിലായിരുന്നു. പക്ഷെ ഇന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് അദ്ദേഹം കടന്നു വന്നു. ഇപ്പോഴും പേരെന്താണ്?
അനിൽ അയ്യപ്പൻ. പേര് മാറ്റിയിട്ടൊന്നുമില്ല. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ പേരിൽ തന്നെ നിൽക്കുന്നു. യാതൊരുവിധ വ്യത്യാസത്തിലും പുള്ളി നിൽക്കാൻ തയ്യാറല്ല. കാരണം ആ മാനുഷികമായി തങ്ങളുടെ പിതാവ് ഇട്ട പേര് തന്നെ മതി, എനിക്ക് വേറെ പേരൊന്നും വേണ്ട. വിശ്വാസമാണ് എന്ത് ചെയ്യുന്നത്, മാറ്റം വരുന്നത്. നമ്മുടെ ബേസിക് വിശ്വാസം എന്ന് പറയുന്നത് യഹൂദ വിശ്വാസത്തിന്റെ പ്ലാറ്റ്ഫോം തന്നെ നമ്മുടെ കയ്യിലുണ്ട്. ആ വിശ്വാസത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ നിന്നാണ് ക്രിസ്തുവിലേക്ക്. യഥാർത്ഥത്തിൽ ബേസിക് അവിടെയാണ്, എന്നാൽ പൂർണ്ണത എവിടെയാണ്? ക്രിസ്തുവിലാണ്. പക്ഷെ നമ്മളിപ്പോ അതിനെല്ലാം പാടെ മറന്നു, അതിനെല്ലാം പാടെ ഉപേക്ഷിച്ചു. മറ്റു പല വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഒരു യഹൂദൻ എവിടെയെങ്കിലും തൻ്റെ യഹോവയെ മറന്നിട്ടൊരു കളി കളിക്കുമോ? യഹോവയെ എവിടെയെങ്കിലും അവൻ തള്ളിപ്പറയോ? യഹോവയുടെ നാമം അവൻ വൃഥാ പ്രയോഗിക്കത്തു പോലുമില്ല. മറ്റൊരു കാര്യത്തിലും അവൻ ഉപയോഗിക്കത്തു പോലുമില്ല. അത്രയും ശ്രേഷ്ഠമായി അവൻ കരുതുന്നു. നമ്മുടെ കാര്യത്തിൽ അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല. എന്തുമാകാം. ഒരു ജാതി അഴകൊഴ വിശ്വാസം. ഇതാണ് നമ്മുടെ വിശ്വാസം. പലപ്പോഴും നമ്മുടെ കാര്യം നടക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം, ദൈവം നമുക്ക് വേണ്ടി ഇറങ്ങി പ്രവർത്തിക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ വിശ്വാസത്തിൻ്റെ വ്യതിചലനമാണ്. ഏക ദൈവത്തിൽ, ഏക സത്യ ദൈവത്തിൽ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ, ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ സകല കാര്യത്തിനും അവൻ മതിയായവനാണെന്നും വിശ്വസിക്കണം. നീ പ്രവർത്തിക്കണം, നിന്റെ പ്രവൃത്തിയിൽ അത് കാണിക്കണം, പ്രാക്ടിക്കൽ സൈഡിൽ അത് കാണിക്കണം. എനിക്ക് ആശ്രയിക്കാൻ ഈ കർത്താവ് മാത്രം മതി. എനിക്ക് ഏത് പ്രശ്നം വന്നാലും, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങളൊന്ന് ഉദാഹരണമായിട്ട് എടുത്തോ, ഒരു വലിയ രോഗം വരിക, 5 വർഷമായി 10 വർഷമായി നമ്മൾ എവിടെയുണ്ട്? വിശ്വാസത്തിലുണ്ട്, ദൈവവചനത്തിൽ ആശ്രയിച്ച് നമ്മൾ ജീവിക്കുന്നു. ഒരു ക്യാൻസർ രോഗമൊന്ന് വരട്ടെ, ഒരു ക്യാൻസർ ഒന്ന് വരട്ടെ, ശരീരത്തിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു മുഴ വന്നു, തടവി നോക്കി, ഒരു മുഴ, ഇവിടെ ഒരു മുഴയുണ്ട്, ഞാൻ അതാ ഇവിടെ തന്നെ കൃത്യമായിട്ട് പിടിച്ച്. ഈ മുഴ കാണുമ്പോൾ തന്നെ നമുക്കൊരു ടെൻഷനാണ്, അയ്യോ പണി പാളിയോ. ഇപ്പോൾ ഡോക്ടറെ പരിശോധിച്ചു, ബയോപ്സി എടുത്തു, ക്യാൻസർ ആണെന്ന് പറഞ്ഞു. നമ്മൾ എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ പറയും, ബ്രദേഴ്സിനെ വിളിച്ച് പറയും. പ്രാർത്ഥിച്ചു, നടക്കുന്നില്ല, യാതൊരുവിധ മാറ്റവും ഇല്ല. നമ്മൾ എന്ത് ചെയ്യും? ഞങ്ങളുടെ ഒരു സഹോദരി, നമ്മുടെ പ്രയർ ഗ്രൂപ്പിൽ, അങ്കമാലി ഗ്രൂപ്പിലുണ്ടായിരുന്ന ഒരു സഹോദരി. ഈ സഹോദരി ദൈവസന്നിധിയിൽ വന്ന് വർഷങ്ങളോളം കർത്താവിൻ്റെ കൂടെ നിന്ന് ആരാധിച്ച് പാട്ടുപാടി കർത്താവിനെ സ്തുതിച്ച് ശക്തമായി നിൽക്കുന്ന സമയത്താണ് ക്യാൻസർ റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. ക്യാൻസർ ആണെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ തന്നെ ഈ സഹോദരിയുടെ വീട്ടിലേക്ക് അവരുടെ സഹോദരങ്ങളും ബന്ധുമിത്രാദികളും വന്നു. അതുപോലെ കുറച്ച് സിസ്റ്റേഴ്സ് വന്നു, ചില അച്ഛന്മാർ വന്നു. അവർ പറഞ്ഞു, തിരുഹൃദയത്തിൻ്റെ രൂപം നീ എടുത്ത് മാറ്റിയില്ലേ, മാതാവിനോടുള്ള മധ്യസ്ഥ നീ ഉപേക്ഷിച്ചില്ലേ, അതുകൊണ്ടാണ് നിനക്ക് ക്യാൻസർ വന്നേ. മാതാവോടെ ഇരിക്കുക, ആരൊക്കെ എൻ്റെ രൂപം എടുത്ത് മാറ്റുന്നു, അവന് ക്യാൻസർ കൊടുക്കാനായിട്ട് ഇങ്ങനെ വടിയും പിടിച്ചുകൊണ്ട് നിൽക്കുക. ആരാടാ എൻ്റെ രൂപം മാറ്റുന്നേ? ഇപ്പം ക്യാൻസർ എന്നാ പിടിച്ചോ. ആണോ കർത്താവ് അങ്ങനെ തരുന്ന കർത്താവാണോ? ആണോ? മാതാവ് അങ്ങനത്തെ മാതാവാണോ? ഈ വിശുദ്ധ ബൈബിളിലുള്ള യേശുവിൻ്റെ അമ്മ മാതാവിനെ എനിക്കറിയത്തില്ല. അങ്ങനെ ഒരു മാതാവിനെ, കൊരട്ടിയിലൊരു മുത്തിയുണ്ട്, പുള്ളിക്കാരത്തി അങ്ങനെയാണ്. പഴം എടുത്ത് കഴിച്ചപ്പോൾ വയറുവേദന കൊടുത്തൊരു സാധനമാണ്. അത് യേശുവിൻ്റെ അമ്മ മാതാവുമായിട്ട് യാതൊരു വിധ ബന്ധമില്ല. അത്രയേ ഉള്ളൂ പ്രശ്നം. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. ഈ ചേച്ചി എന്താ പറഞ്ഞതെന്നറിയാമോ? ഈ സിസ്റ്റേഴ്സിനോടും അച്ഛന്മാരോടും പറഞ്ഞത്, ഞാൻ രൂപമെടുത്ത് മാറ്റിയത് കൊണ്ട്, ഞാൻ ഈ മധ്യസ്ഥം ഉപേക്ഷിച്ചത് കൊണ്ടാണ് എനിക്ക് ക്യാൻസർ വന്നെങ്കിൽ ഞാനതിൽ സന്തോഷിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ മുഖം നേരത്തെ കാണാമെന്നുള്ള സന്തോഷത്തിൽ ഞാൻ അതിൽ ആഹ്ലാദിക്കുന്നു. എൻ്റെ രോഗം മാറണ്ട, ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോവുക. എനിക്കൊരു സങ്കടവുമില്ല, എനിക്കൊരു വിഷമവുമില്ല, എനിക്കൊരു വേദനയില്ല. നിങ്ങൾ ശ്രദ്ധിക്കണേ, ആ ചേച്ചി വർഷങ്ങൾക്ക് ശേഷം മരിച്ചു, ദൈവസന്നിധിയിലേക്ക് യാത്രയായി. ഞാനാണ് ആ ചേച്ചിയുടെ ചരമത്തിൻ്റെ ആ ഒരു സംഭവത്തിന് കാർഡ് ചെയ്തത്. നമുക്കറിയാലോ, ഫ്ലക്സും കാർഡൊക്കെ ചെയ്യുമല്ലോ. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതി, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ എഴുതി. അതിൻ്റെ അടിയിൽ ചേച്ചിയുടെ പേരും ജനനവും, ഈ മരണം എന്നല്ല എഴുതിയത്, ബർത്ത് ഇൻ ഹെവൻ എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി എന്ന് പറഞ്ഞിട്ട് എഴുതി. ഇത് ഫ്ലക്സ് അടിക്കാനായിട്ട് അവിടെയുള്ള ഒരു ഫ്ലക്സ് പ്രിൻറ്റിങ്ങിന് അവിടേക്ക് ഞാൻ വാട്സപ്പ് ചെയ്ത് കൊടുത്തു. ചേട്ടാ ഇതിനൊരു ഇത്ര കോപ്പി അടിച്ചു വെക്കണം എന്ന് പറഞ്ഞു. ആ ചേട്ടൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, കത്തോലിക്കരാണോ പെന്തക്കോസ്താണോ? ഞാൻ പറഞ്ഞു കത്തോലിക്കരാണ്. പിന്നെ എന്താ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് യാത്രയായി? എന്താ അങ്ങനെ എഴുതിയാൽ എന്നാ കുഴപ്പം? അല്ല, കത്തോലിക്കർ അങ്ങനെ എഴുതാറില്ല. ഞാൻ പറഞ്ഞു അങ്ങനെ എഴുതിയാൽ മതി. പുള്ളി വീണ്ടും എന്നെ ഉറപ്പിക്കുക, ഉറപ്പാണല്ലോ? ഞാൻ പറഞ്ഞു ഉറപ്പാണ്, കർത്താവിൻ്റെ സന്നിധിയിലേക്കാണ് യാത്രയായിരിക്കുന്നത്, ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ചേട്ടൻ ധൈര്യമായിട്ട് പ്രിന്റ് അടിച്ചോ, ഇനി കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരരുത് എന്ന് പറഞ്ഞു.
അതവിടെ ഒരു സംസാര വിഷയമായി. നമ്മൾ ആ ഫ്ലക്സ് കൊണ്ടുവന്ന് അവിടെ തൂക്കിയിട്ടിപ്പോൾ വീടിൻ്റെ മുമ്പിലും ചർച്ചിൻ്റെ മുമ്പിലൊക്കെ കൊണ്ടുവന്ന് തൂക്കിയിട്ടിപ്പോൾ അതൊരു സംസാര വിഷയമായി. സാധാരണ നമ്മളിങ്ങനെ അടിക്കാറില്ലല്ലോ. ആദരാഞ്ജലിയിൽ അടിക്കും, ഒരു പൂ അടിക്കും, ഇത്രയല്ലേ സാധാരണ ചെയ്യാറുള്ളൂ. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തത്? പ്രിയമുള്ളവർ, അന്നത്തെ ഫ്യൂണറൽ ചടങ്ങിന് ഒരു പുരോഹിതൻ വന്നു. ഒരു പുരോഹിതൻ വന്ന് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗം അദ്ദേഹം പറഞ്ഞു തുടങ്ങിയത് ഇങ്ങനെയായിരുന്നു: പ്രിയപ്പെട്ട ചേച്ചി, ദൈവസന്നിധിയിലേക്ക് യാത്രയായതിൽ നിങ്ങളാരും സങ്കടപ്പെടേണ്ട. ചേച്ചി കർത്താവിൻ്റെ സ്വർഗത്തിലുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് നമുക്ക് ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, സന്തോഷത്തോടെ നമ്മൾ ഈ കർമ്മങ്ങളിൽ നമുക്ക് പങ്കുകൊള്ളാമെന്ന് പറഞ്ഞിട്ടാണ് അച്ഛൻ തന്നെ ശുശ്രൂഷ തുടങ്ങിയത്. ഞങ്ങളുടെ എല്ലാം കണ്ണ് നിറഞ്ഞു. കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ചേച്ചി എപ്പോൾ ചെല്ലുമ്പോഴും പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും വേദന കൊണ്ട് പൊളയുമ്പോഴും ശരീരം വേദന കൊണ്ട് കണ്ണുനീര് വരുമ്പോഴും ചേച്ചി പറയുന്നൊരു കാര്യമുണ്ട്: ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിലെത്തും, ഞാൻ എൻ്റെ ദൈവത്തിലേക്ക് യാത്രയാകുമെന്ന് പറയുന്നത്. എൻ്റെ രോഗം മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട, എൻ്റെ പാപങ്ങൾ അഴിയാൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി, കർത്താവിൻ്റെ സന്നിധിയിൽ എത്താൻ വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറയും. നിങ്ങൾ ആലോചിച്ച് നോക്കുക, എവിടെയെങ്കിലും ഒരു പ്രതിസന്ധി വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ ഉപേക്ഷിച്ചതിൻ്റെ എന്തെങ്കിലും പിന്നാലെ പോയോ? വിഗ്രഹത്തിൻ്റെ പിന്നാലെ പോയോ? ഫോട്ടോയുടെ പിന്നാലെ പോയോ? ആശ്രയം മാറ്റിവെച്ചോ? ഇല്ല. അവിടെയാണ് ലോകത്തിന് മുൻപിൽ ഏറ്റുപറയുന്നത്, യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയും. ഏത് പ്രതിസന്ധി വരുമ്പോഴും, ഏത് പ്രതികൂലം വരുമ്പോഴും, രോഗമല്ല മരണം വരുമ്പോഴും, മരണത്തിന് മുൻപിൽ നമുക്ക് പറയാൻ പറ്റണം, യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് ഏറ്റുപറയണം. ഇപ്പൊ നമുക്ക് സുഖമാ, ഇപ്പൊ ഒരു പ്രശ്നമില്ല. പ്രതിസന്ധി വല്ലതും ഉണ്ടോ? ഒരു പ്രതിസന്ധിയില്ല. ക്രിസ്ത്യാനിയാണെന്ന നാമം പറയാൻ വല്ല പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മളെ കൊല്ലുവോ? ഒരുത്തനും കൊല്ലത്തില്ല. യേശു കർത്താവാണെന്ന് DP-യിലിട്ട് ആരെങ്കിലും നമ്മളെ എതിർക്കുവോ? ഒന്നുമില്ല. യേശു ഏകരക്ഷകനാണെന്ന് വാട്സാപ്പിലൂടെയോ സോഷ്യൽ മീഡിയയിലോ ഈ തിരുവനന്തപുരം ടൗണിൽ നിന്നിട്ടോ സെക്രട്ടേറിയറ്റിന്റെ ഫ്രണ്ടിൽ നിന്നിട്ടോ നിങ്ങൾക്ക് പ്രസംഗിക്കാം. കാരണം ഒരു സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ അപ്പസ്തോലൻ ഇത് എഴുതുന്ന സമയത്ത് ഈ സ്വാതന്ത്ര്യം ഇല്ല. പൗലോസ് ഇത് എഴുതുമ്പോൾ ഈ സ്വാതന്ത്ര്യമില്ല. ക്രിസ്ത്യാനി എന്ന നാമത്തിൽ അറിയപ്പെടുന്നവൻ കൊല്ലപ്പെടുന്ന സമയമാണ്. പൗലോസ് ഈ നാമം പ്രഖ്യാപിച്ചിട്ട് പ്രഘോഷിച്ചിട്ട് സന്തോഷത്തോടെ സമാധാനത്തോടെ മരിച്ചോ? കഴുത്തറുത്ത് കൊന്നു. അപ്പസ്തോലന്മാർ ആരെങ്കിലും, യോഹന്നാൻ ഒഴികെ ഒരൊറ്റ അപ്പസ്തോലൻ പോലും സമാധാനത്തിൽ മരണപ്പെടുന്നത് നമ്മൾ കാണുന്നില്ല, കൊല്ലപ്പെടുന്നത് നമ്മൾ കാണുന്നേ. 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ട്, 3-ാം നൂറ്റാണ്ട്, ഈ നൂറ്റാണ്ടിൽ മുഴുവൻ വിശ്വാസികളും യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുക. ഇതാണ് സ്നാനപ്പെടുക എന്ന് പറയുന്ന കാര്യം. എന്ത്? സ്നാനപ്പെടുക. യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറയുക. നമ്മൾ ഏറ്റുപറഞ്ഞു. ആരെ ഏറ്റുപറഞ്ഞ്? അടിച്ച് പിമ്പിരിയായിട്ടിരിക്കുന്ന തലോട്ടപ്പനും തലോട്ടമ്മയും ഏറ്റുപറഞ്ഞു, ആ യേശു കർത്താവാണ്, അവനെ ഞാൻ വിശ്വസിക്കുന്നു. പിശാചിനെ അവൻ്റെ മാർഗങ്ങൾ ഉപേക്ഷിക്കുന്നു. പിന്നെ അല്ലാണ്ട് അച്ഛനെ എന്നാ പറയുന്നേ? ഞാൻ ഇന്നലെയും കൂടി 2 അടിച്ചിട്ട് പിശാചിൻ്റെ മാർഗം ഉപേക്ഷിച്ചതാ, പിന്നെയാണ് എന്ന് തലോട്ടപ്പൻ ഇങ്ങനെ ആടി കുഴഞ്ഞു പറയും. തലോട്ടപ്പനാണോ പറയേണ്ടത്? നമ്മളാണോ പറയണ്ടേ? ആരാ പറയണ്ടേ? ഇവിടെയും തലോട്ടപ്പൻ തന്നെയല്ലേ പറയുന്നേ, അല്ലേ? ശരിയാ, കുഴപ്പമില്ല. ആരാ പറയണ്ടേ? നമ്മളാണോ പറയേണ്ടത്? പുള്ളിയാണോ പറയണ്ടേ? യേശു കർത്താവാണ് നമുക്ക് ഏറ്റു പറയാൻ പറ്റണം. അത് വേറെ ആരല്ല പറയേണ്ടത്. വിശ്വാസം നീയാണ് ഏറ്റു പറയേണ്ടത്. ഇത് പറയുന്ന ഈ വചനം എഴുതുന്ന കാലഘട്ടത്തിൽ 1, 2, 3 നൂറ്റാണ്ടിൽ യേശു കർത്താവാണെന്ന് ഏറ്റു പറയുക എന്ന് പറയുന്നത് ഐ ആം റെഡി ഫോർ ഡെത്ത്. ഇതാണ് അതിന്റെ പ്രത്യേകത. ഞാൻ മരിക്കാൻ തയ്യാറാണ്, ക്രിസ്തുവിന് വേണ്ടി ഞാനിതാ മരിക്കാൻ തയ്യാറാണെന്നാണ് അവൻ ഏറ്റു പറയുന്നത്. അവൻ വെറുതെ സ്നാനപ്പെടുകയല്ല, വെറുതെ മാമോദിസ സ്വീകരിക്കുകയല്ല, ഞാനിതാ ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ തയ്യാറാണെന്ന് ഏറ്റു പറച്ചിലാണ് അവന്റെ പ്രഖ്യാപനം, അവന്റെ പ്രൊക്ലെയിമിങ്. അതാണ് കർത്താവായി യേശു കർത്താവാണെന്ന് പറയുന്നത്. അല്ലാതെ വെറുതെ ചുമ്മാ തമാശയ്ക്ക് കർത്താവെ കാര്യം നടത്താൻ വേണ്ടി മാത്രം ഞാൻ നിന്നെ ആശ്രയിക്കുന്നു, മറ്റേ കാര്യം നടത്തി കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും അടുത്ത് പൊക്കോളാം, ഇതല്ല പരിപാടി. അവന്റെ വിശ്വാസം അവൻ ഏറ്റുപറയുന്ന ഈ രീതിയിലാണ്. എത്ര പേർക്ക് പറ്റും? മരണത്തിന്റെ മേഖലയിലും യേശു കർത്താവാണെന്ന് ഏറ്റുപറയാൻ എത്ര പേർക്ക് കൂടെ സാധിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ പേടിക്കേണ്ട, വലിയ താമസമൊന്നുമില്ല. കൈ ഉയർത്തിയവരൊക്കെ ഇത് പറയേണ്ട സമയത്തേക്ക് വരികയാണ്. നിന്റെ മുൻപിൽ ഇന്ന് സമാധാനവും സന്തോഷവുമാണെങ്കിൽ വാള് വരേണ്ട കാലം വലിയ താമസമില്ല. വലിയ താമസമില്ലാത്തൊരു കാലത്ത് നിങ്ങൾ വിചാരിക്കേണ്ട കേരളം അത്ര സേഫ് ആണെന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. കേരളം അത്ര സേഫ് അല്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കാശ്മീരിൽ വിശ്വാസം ചോദിച്ച് ആ വിശ്വാസം അറിയാൻ അവരെടുത്തൊരു പ്രവൃത്തി ഞാനിവിടെ പറയുന്നില്ല. പറയണോ? വേണ്ട അല്ലേ? നിങ്ങൾ പത്രത്തിൽ വായിച്ചതാ.
ശരീരത്തിലൊരു അടയാളം നോക്കി തലയ്ക്ക് തോക്ക് വെച്ച് വെടിവെച്ച് വന്ന കാലം അങ്ങ് കാശ്മീരിലല്ല, ഇങ്ങ് കേരളത്തിൽ വരാൻ പോകുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളായിരിക്കുന്നത്. അത് വലിയ ദൂരത്തല്ല മക്കളെ, വലിയ ദൂരത്തല്ല. ആലപ്പുഴയിൽ വിളിച്ചു പറഞ്ഞ നിനക്ക് വായിക്കേരിടേണ്ട സമയമായി എന്ന് വിളിച്ചു പറഞ്ഞ അവരൊക്കെ ഇന്ന് വളർന്നു പോകുന്നുണ്ടെങ്കിൽ വലിയ താമസമൊന്നുമില്ല. ഇന്ന് വിശ്വാസത്തിന്റെ പ്രതിസന്ധി നമ്മുടെ മുമ്പിൽ നിൽക്കാൻ വലിയ താമസമൊന്നുമില്ലെന്ന്. അപ്പോഴും നീ പറയണം യേശു കർത്താവാണെന്ന്. അല്ലാതെ ഇപ്പോൾ ആവശ്യം നടക്കാൻ, കാര്യം നടക്കാൻ ക്രിസ്ത്യാനിയാണെന്ന് പറയുന്നത് അല്ല. നിന്റെ പ്രതിസന്ധിയിലും പറയാൻ പറ്റണം. 3-ാം നൂറ്റാണ്ടില് ഒരു വിശുദ്ധനുണ്ട്, ഒരു വിശുദ്ധ 3 വയസ്സ് 3.5 വയസ്സ് സംസാരിച്ചു തുടങ്ങുന്ന ഒരു വിശുദ്ധനുണ്ട്. 3.5 വയസ്സ് പ്രായം. ഞാൻ ആ വിശുദ്ധന്റെ പേര് മറന്നുപോയി. തൻ്റെ അമ്മയെ പീഡിപ്പിക്കുമ്പോൾ തൻ്റെ അമ്മയുടെ മുടി പിടിച്ചു വലിച്ച് ആ തലയോട്ടിയോടുകൂടെ അവളെ വലിച്ചഴച്ച് കളയുമ്പോൾ അവളുടെ കയ്യിലും അവൻ്റെ കാലിലുമുള്ള നഖങ്ങളെ വലിച്ചു കളയുമ്പോഴും അവൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു, യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ചാട്ടവാറ് കൊണ്ട് അവളെ വലിഞ്ഞടിക്കുമ്പോൾ 3.5 വയസ്സുള്ള കുഞ്ഞിനെ അവൾ ഇങ്ങനെ പൊത്തിപ്പിടിച്ചു. കാരണം ഈ ചാട്ടവാർ എൻ്റെ കുഞ്ഞിൻ്റെ മുഖത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി അവൾ തൻ്റെ കുഞ്ഞിനെ വാരി കെട്ടിപ്പിടിച്ചുകൊണ്ടിരുന്നു. എപ്പോഴും ആ ദുഷ്ടന്റെ ചാട്ടവാർ കറങ്ങി തിരിഞ്ഞ് ഈ കൊച്ചു കുഞ്ഞിൻ്റെ കരങ്ങളിലേക്കും ശരീരത്തിലേക്കും വന്നുകൊണ്ടു. ഒരു തിരിച്ചറിവുമില്ലാത്ത, യാതൊരു ബോധ്യവുമില്ലാത്ത ആ 3.5 വയസ്സുള്ള കുഞ്ഞ് തൻ്റെ അമ്മ വിളിച്ചു പറയുന്ന അതേ വാക്ക് തന്നെ പറഞ്ഞു, യേശുവാണ് എൻ്റെ കർത്താവ് എന്ന് ആ കുഞ്ഞ് വിളിച്ചു പറഞ്ഞു. ചരിത്രം പറയുന്നതാ, ഇത് കേട്ടിട്ട് സഹിക്കാൻ പറ്റാതായ രാജാവ്, ക്രിസ്തീയ പീഡനം നടത്തുന്ന രാജാവ്, ആ കുഞ്ഞിനെ 2 കാലേലും പിടിച്ച് നിലത്ത് അമ്മയുടെ മുൻപിൽ അടിച്ചു കൊന്നു എന്നാ പറയുന്നത്. ഇന്ന് 2 സഭകളുടെയും, അതായത് പൗരസ്ത്യ പാശ്ചാത്യ സഭകളുടെയും വിശുദ്ധനായി 3.5 വയസ്സുള്ള ഈ വിശുദ്ധൻ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. മരണത്തിന് മുൻപിൽ സംസാരിച്ച് തുടങ്ങുന്ന കൊച്ച്. നമ്മുടെ കൊച്ചാണെങ്കിൽ എന്ത് പറയും? കിയോ കിയോ, എനിക്കെന്തായോ, പാലിതായോ എന്ന് പറയും. കാരണം നമ്മൾ അതിന് കൊടുത്തിരിക്കുന്ന സാധനം എത്രയേ ഉള്ളൂ. വിശ്വാസം നമ്മൾ എന്ത് കൊടുത്തിട്ടില്ല? ആർക്ക് കൊടുത്തിട്ടില്ല? കുഞ്ഞിന് കൊടുത്തിട്ടില്ല. നമ്മുടെ വിശ്വാസം എന്താ? 3.5 വയസ്സുള്ള നമ്മളെ കൊച്ചിനോട് നമ്മൾ കാണിച്ചു കൊടുക്കുന്നത് എന്താ? നമ്മുടെ താടിക്കാരനെ കാണിച്ചിട്ട്, ദേ മോനെ തമ്പായി തല്ലും, തിന്നോ എന്ന് പറയും. ഇതാണ് നമ്മൾ കൊടുക്കുന്ന വിശ്വാസം. അത് വളർന്നു വരുമ്പോൾ വഴി തെറ്റില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ചെറുപ്പത്തിൽ കൊടുത്തത് ചുട്ടയിലെ ശീലം ചുടല വരെ, ചുടലക്കാടിലേക്ക് എടുക്കുന്നത് വരെ അത് ആ ശീലം തന്നെയായിരിക്കും. വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ചരിത്രം പരിശോധിക്കുക. ക്രിസ്ത്യാനി എന്ന നാമം പറയുമ്പോൾ കൊല്ലപ്പെടുന്ന കാലഘട്ടമുണ്ട്. നിങ്ങൾ പേടിക്കണ്ട. സഭയുടെ ആദ്യ കാലഘട്ടം അതാണെങ്കിൽ അവസാന കാലഘട്ടവും ഇത് തന്നെയാണ്. യാതൊരുവിധ മാറ്റവും. ആദ്യം അങ്ങനെയാണെങ്കിൽ അവസാനവും അത് തന്നെയാണ്. ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഞങ്ങൾ പറയാറുണ്ട്, ആദ്യത്തെ 5 ഓവർ പവർ പ്ലേ ആണെങ്കിൽ അവസാനത്തെ 5 ഓവറും പവർ പ്ലേയാണ്. മാറ്റമൊന്നുമില്ല. സഭയുടെ ആദ്യത്തെ 3 വർഷം, 3.5 വർഷക്കാലം നല്ല പവർ പ്ലേ ആയിരുന്നു. കൊല്ലപ്പെടുന്ന കാലഘട്ടം, ക്രിസ്ത്യാനി എന്ന നാമത്തിൽ പറയുന്നവനെ പച്ചയ്ക്ക് കത്തിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. വിളക്കുകാലായി രാത്രികാലങ്ങളിൽ പ്രകാശത്തിന് വേണ്ടി ക്രിസ്ത്യാനിയെ നെയ്യിൽ ഉരുക്കി കത്തിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ അമ്മച്ചിമാരിങ്ങനെ നോക്കുക, അന്താളിച്ച്. ഇങ്ങനെയാണെങ്കിൽ ഈ പരിപാടിക്ക് ഞാനില്ല കേട്ടോ ചേട്ടായി. ഇതൊന്നും അത്ര ഈസിയുള്ള പരിപാടിയല്ല. ഇപ്പം നിങ്ങൾക്ക് പീഡനം ഉണ്ടോ ഇല്ലേ? ഉണ്ട്. ഇപ്പോഴും ഉണ്ട്. പുരോഹിതന്മാരുടെ ഇടയിൽ നിന്ന് പീഡനമില്ലേ? ഇന്നാൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ട്രിവാൻഡ്രത്തെ ഏതൊരു വീട്ടിൽ പ്രാർത്ഥന നടത്തിയതിന് പ്രശ്നം ഉണ്ടാക്കിയല്ലോ, ഇല്ലേ? പ്രോബ്ലം ഉണ്ടായില്ലേ? പീഡനമൊക്കെ ഉണ്ട്, ഇല്ലായികൊന്നുമില്ല. പക്ഷെ പ്രകടമായി കഴുത്തിൽ കത്തിവെക്കുന്ന, തോക്ക് വെക്കുന്ന ഒരു പ്രശ്നത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. വലിയ താമസമില്ലാതെ അതെത്തും. ക്രിസ്ത്യാനി കൊല്ലപ്പെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ നടന്നെടുത്തുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ വരവിന് മുൻപ് വിശ്വാസത്യാഗമുണ്ടാകുമെന്ന് ദൈവവചനം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശ്വാസത്യാഗം എങ്ങനെയാണ്? നിന്റെ മുൻപിൽ വന്ന് ചോദിക്കും, ക്രിസ്ത്യാനിയാണോ അല്ലയോ? ക്രിസ്തുവിനെ നീ തള്ളിപ്പറഞ്ഞാൽ നിനക്ക് മുന്നോട്ട് പോകാം, എന്നാൽ യേശുവിനെ ഏറ്റു പറഞ്ഞാൽ മരണമായിരിക്കും നിനക്ക് വരാനിരിക്കുക എന്ന് പറയുന്നൊരു കാലഘട്ടം വലിയ വിദൂരത്തിലല്ല. നമ്മളിപ്പോഴും കാര്യം നടക്കാൻ, ആവശ്യം നടക്കാൻ നമ്മൾ മധ്യസ്ഥരുടെ പിന്നാലെയും വിശുദ്ധരുടെ പിന്നാലെയും മറ്റുള്ളവരെ 10 രൂപ കൊടുത്ത് 100 രൂപ കൊടുത്ത് കാര്യം നടത്താനിരിക്കുന്നതിൻ്റെ തിരക്കിലാണ് നമ്മൾ. ഇപ്പോഴും കർത്താവിനെ ഏറ്റുപറയാൻ നമുക്ക് കാലമായിട്ടില്ല. ദൈവവചനം പറയുകയാണ്, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളി പറയുന്നവരെ
എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ ഞാനും തള്ളിപ്പറയും. വീണ്ടും മത്തായി സുവിശേഷം 16-ാം അധ്യായം 27-ാം വാക്യം. അത് സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുൻപിൽ തള്ളി പറയുന്നു വെച്ചാൽ രക്ഷയ്ക്ക് നീ പാകമാകില്ല, സ്വർഗത്തിലേക്ക് നിന്നെ എടുക്കത്തില്ല, സ്വർഗത്തിന്റെ വാതിൽ നിനക്കെതിരെ കൊട്ടിയടക്കപ്പെടും എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇനി വീണ്ടും ഒരു വചനം മത്തായി 16:27 പറഞ്ഞിട്ടുണ്ട്, അതുകൂടി നമുക്കൊന്ന് വായിക്കാം. മനുഷ്യപുത്രൻ സ്വപിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരോടൊത്ത് വരാനിരിക്കുന്നു. അപ്പോൾ അവൻ ഓരോരുത്തർക്കും താങ്കളുടെ പ്രവൃത്തിക്കനുസൃതം പ്രതിഫലം നൽകും. ദൂതന്മാരോട് കൂടെ വരുമ്പോ ദൈവത്തിന്റെ വരവിൽ നമ്മുടെ പ്രവർത്തിക്കൊത്തവണ്ണം നമുക്കൊരു പ്രതിഫലം നൽകും. നിന്റെ പ്രവൃത്തി എന്തായിരുന്നു, നീ എന്ത് പ്രവർത്തിച്ചു, നന്മയാണോ പ്രവർത്തിച്ചത്, തിന്മയാണോ പ്രവർത്തിച്ചത് എന്നുകൂടെ നോക്കുന്ന ഒരു കാലഘട്ടം കൂടിയുണ്ട്. ദൈവം വരുമ്പോൾ ദൈവത്തിന്റെ കണക്ക് പുസ്തകത്തിൽ ഇതെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ബ്രദർമാരെ അറിയില്ല, പാസ്റ്റർമാരെ അറിയില്ല, അച്ഛന്മാരെ അറിയില്ല, ആരും അറിയില്ല. പക്ഷെ ആർക്കറിയാം നമ്മുടെ പ്രവൃത്തിയുടെ ഫലം? ദൈവത്തിനറിയാം. അത് കൃത്യമായി കണക്ക് നോക്കി കൃത്യമായി കണക്ക് തീർക്കുന്നൊരു ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. വീണ്ടും ലൂക്കാ സുവിശേഷം 12-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ലൂക്ക 12:8. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും. ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ട ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ആക്സിഡന്റ് സംഭവിച്ചിട്ട് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ബ്രദറെ, യഥാർത്ഥത്തിൽ ദൂതൻ ആക്സിഡന്റിൽ നിന്ന് നിങ്ങളെ തള്ളി മാറ്റിയായിരുന്നോ? തള്ളി മാറ്റിയായിരുന്നു? ബൈക്ക് ആക്സിഡന്റ് ആയിരുന്നോ? ആണ്. ഓക്കെ, ഇരുന്നോ. അതായത് ബൈക്ക് ആക്സിഡന്റിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പോലും പ്രതീക്ഷിക്കാതെ ഏതോ ഒരു ശക്തി വന്ന് അതിനെ തള്ളി വലിച്ചു മാറ്റി നമ്മൾ അതിൽ നിന്ന് രക്ഷപ്പെടുത്തി. എവിടെയാണ് ഈ രക്ഷ വന്നതെന്ന് നിങ്ങൾക്കറിയോ? എവിടെയാണ് ദൂതൻ വന്നത്, ദൂതൻ ഇറങ്ങി വന്നത് നിങ്ങൾക്കറിയോ? അതാണ് ആ വചനം. ഞാൻ നിങ്ങളോട് പറയുന്നു, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്ന ഏതൊരുവനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. സുവിശേഷം പറയാൻ പോയിപ്പോയാണോ? കർത്താവിനെ കുറിച്ച് പറയാൻ പോയിപ്പോയാണോ? സ്തോത്രം. യേശുവിന്റെ സുവിശേഷം, യേശുവിനെ ഏറ്റു പറയാൻ പോയപ്പോൾ തിരിച്ചു വന്നപ്പോൾ അപകടത്തിൽ നിന്ന് ആര് തള്ളി മാറ്റി? ദൂതൻ തള്ളി മാറ്റി. കാരണം ദൂതനെ വിളിച്ചു പറഞ്ഞു കർത്താവ്, ഇതാ എൻ്റെ മകൻ, എന്നെ ഏറ്റു പറഞ്ഞിട്ട് പോകുന്ന എൻ്റെ മകനെ സംരക്ഷിക്കാൻ ദൂതൻ അവിടെ ഉണ്ടാകണം. കാരണം കർത്താവിന്റെ നാമം വിളിച്ചു പറയുന്നവനെ സംരക്ഷിക്കാൻ ദൂതനെ വരുന്നേ. ദൂതനോട് ആര് പറയും? കർത്താവ് വിളിച്ചു പറയും, ദൂത വേഗം ചെല്ല്, എൻ്റെ മകൻ ഇതാ ഒരു അപകടത്തിൽ പെടാൻ പോണ്, അവനെ വലിച്ചു മാറ്റി, അവനെ സംരക്ഷിക്കുക. കർത്താവിന്റെ നാമം ഏറ്റു പറയാത്തവന്റെ അടുത്ത് കർത്താവ് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്? അതുകൂടി വായിച്ചു. 9-ാം വാക്യം. മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും. ദൈവത്തിന്റെ ദൂതന്മാരുടെ മുമ്പിലും തള്ളിപ്പറയും. അവൻ പോയി ആക്സിഡന്റിൽ വീഴും. ഒരു ദൂതനും വരില്ല, ആരും വരൂല സംരക്ഷിക്കാൻ, ഒരാളും ഉണ്ടാവില്ല. സങ്കീർത്തന പുസ്തകം 91-ാം അധ്യായം 11-ാം വാക്യം നമ്മളോട് എന്താ പറയുന്നത്? സങ്കീർത്തനം 91-ന്റെ 11-ാം വാക്യം, 11-ഉം 12-ഉം വാക്യം നമുക്കൊന്ന് വായിക്കാം. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. ദൈവം കൽപ്പിക്കും, ഇതാ ഇന്നയാള്. ബൈബിൾ വായിച്ച ആദർശം ശ്രദ്ധിച്ചോ. നീ ഒരു അപകടത്തിൽ, ഒരപകടം ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ അത് ഓർത്തില്ല, പെട്ടെന്ന് പറഞ്ഞു വന്നപ്പോ ഞാൻ ആ സംഭവം ഓർത്തേ. വണ്ടി ടോട്ടൽ ലോസായി, കംപ്ലീറ്റ്ലി ലോസ്റ്റ്. നമ്മുടെ പഴയ വണ്ടി ഫുൾ. എനിക്ക് ഓർമ്മയുണ്ട്, ആ അപകടം സംഭവിക്കും വെളുപ്പിനൊരു 4:30 സമയം. ആദ്യം എന്നെ വിളിച്ചിട്ട് ഞാൻ 4:30 സമയത്ത് ഞാൻ ഫോൺ എടുത്തു. ഒറ്റ റിങ്ങിൽ ഞാൻ ഫോൺ എടുത്തു. എനിക്ക് നല്ല ഓർമ്മയുണ്ടത്. അതായത് ആദർശ് അങ്കമാലിയിൽ നിന്ന് തിരിച്ചിങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് യാത്രയാകുന്നു. വണ്ടി ആക്സിഡന്റ് സംഭവിക്കുന്നു. എന്നെ ഫോൺ ചെയ്യുന്നു 4:30 സമയത്ത്. സാധാരണ ഡീപ്പായിട്ടുള്ള ഒരു ഉറക്കത്തിന്റെ സമയമാണ് 4:30. ഞാൻ വന്ന് കിടന്നിരിക്കുന്നത് ഒരു 12 മണി 1 മണി ആ സമയത്ത് കിടന്നിട്ടേ ഉള്ളൂ. പക്ഷേ ആദർശ് എന്നെ വിളിക്കുമ്പോൾ ഓൺ ടൈമിൽ ഞാൻ ഫോൺ എടുത്തു. ആ സെക്കൻഡിൽ തന്നെ ഞാൻ ഫോൺ എടുത്തു. ഫോൺ എടുത്തിട്ട് ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം ചോദിച്ചു, എന്ത് പറ്റി, ആക്സിഡന്റ് ആണോന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു വണ്ടി ഇടിച്ചു, വണ്ടി ടോട്ടൽ ലോസ് ആയി എന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും സേഫ് ആണോ? ഒരു പോറല് പോലും സംഭവിച്ചിട്ടില്ല, ശരീരത്തിന്റെ ഒരു മുറി പോലും അല്ലേ, രക്തം ഒന്നുമില്ല, ഒരു പൊടി പോലും രക്തം വന്നിട്ടില്ല എന്ന് പറയുമ്പോ എനിക്ക് ആദർശന്റെ മമ്മിയുടെ സൗണ്ട് കേൾക്കാം, അയ്യോ എന്ന് പറഞ്ഞിട്ട് ഒരു കരച്ചിൽ കേൾക്കാം. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി? ആക്സിഡന്റ് സംഭവിച്ച വണ്ടീനെ പിന്നെയും വേറൊരു വണ്ടി വന്നിടിച്ചു, അത് തവിട് പൊടിയായി. വണ്ടി അപ്പുറത്തെ സൈഡിൽ പോയി. അതായത്
വണ്ടി എടുത്ത് മറിഞ്ഞ് ആക്സിഡന്റ് സംഭവിച്ച് തകർന്ന് തരിപ്പണമായി. വണ്ടിയിലിരുന്ന് രണ്ടുപേര് ഇറങ്ങി മീഡിയന്മേ കയറിയിരുന്ന് എന്നെ ഫോൺ ചെയ്യുമ്പോൾ ഇതാ ഹൈവേയിൽ വന്ന് അടുത്ത വണ്ടി വന്ന് ഒരു ഗ്യാസ് വണ്ടിയെ കണ്ടല്ലേ, അതിന് വന്നിടിച്ച് തരിപ്പണമായി. അതായത് പിന്നെ വണ്ടിയില്ല. ബ്രദറെ, എൻ്റെ വണ്ടി ഒരു ചെറിയ കളിപ്പാട്ടം പോലെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞേ, ഒരു ടോയ് പോലെ ആയിട്ടുണ്ട്. കാരണം അതുപോലെ ഉരുണ്ട് വരേണ്ട ഒരു സംഭവമായി മാറി. ആരാ സംരക്ഷിച്ചേ? ആരാ എടുത്ത് മാറ്റിയത്? ആരെടുത്ത് മാറ്റിയേ? അത് നിങ്ങൾ വചനം വായിച്ചോ? 91 സങ്കീർത്തനം നമ്മൾ എന്നും പറയുന്ന ഉരുവിടുന്ന കാര്യമാണ്. 11 വാക്യം, നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ, നിന്റെ വഴിയിലെ അപകടത്തിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. സ്വർഗീയ ദൂതന്മാരോട് കൽപ്പിക്കും. അവൻ നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിക്കും. നിന്നെ കൈകളിൽ വഹിക്കും. നിന്റെ കാൽ തട്ടത്തുപോലും ഇല്ല. നിന്റെ കാലിൽ ഒരു പരിക്ക് പോലും ഏൽക്കാൻ ദൈവം ഇടയാക്കത്തില്ല എന്നാണ് കർത്താവിന്റെ വചനം പറയുന്നത്. ഞാൻ ഒട്ടും ശ്രദ്ധയില്ലാത്ത മനുഷ്യനാണ്. ഭയങ്കര അശ്രദ്ധമായി കാര്യങ്ങൾ ചെയ്യുന്നൊരു ആളാണ്. അതായത് എന്ത് ചെയ്താലും പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി ഓടിപ്പിടിഞ്ഞ് ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും അപകടം പറ്റും. സ്ഥിരമായ അപകടം പറ്റും. കാര്യമായ പ്രശ്നമൊന്നുമില്ല. ഒന്ന് കാല് തട്ടുക, ഒന്ന് കുറച്ച് തൊലി പോവുക, ഒന്ന് കൈ തട്ടുക, കുറച്ച് ഇങ്ങനെ ബ്ലഡ് പുറത്തോട്ട് വരും. ഇത് സ്ഥിരമുള്ള പരിപാടിയായിരുന്നു. എൻ്റെ കാലിൻ്റെ നഖം എപ്പോഴും പൊളിഞ്ഞു പോകും. കാരണം എവിടെയെങ്കിലൊക്കെ പോയി തട്ടി. ആദ്യമൊക്കെ ഞാനത് ശ്രദ്ധിക്കാതിരുന്നില്ല, ഒട്ടും ശ്രദ്ധിക്കുന്നില്ല. ഇത് സാധാരണ എൻ്റെ ശ്രദ്ധ കുറവാണെന്നുള്ള രീതിയിലായിരുന്നു. പക്ഷെ ദൈവവചനത്തിലേക്ക് വന്ന പിന്നെ ഈ കാര്യം വളരെ കുറവാണ്. പ്രത്യേകിച്ച് സുവിശേഷം പ്രഘോഷിച്ചു തുടങ്ങിയപ്പോൾ, സുവിശേഷത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു കൊടുക്കുമ്പോൾ ഈ കാര്യം വളരെ അപൂർവമാണ്. വല്ലപ്പോഴും ഒരിക്കുകയുള്ളൂ. ചിലപ്പോൾ 5-6 മാസത്തിനിടയിലാണ് ഒരു ചെറിയ പോറലെങ്കിലും നമുക്ക് ഏൽക്കുന്നത്. പക്ഷെ ഒരു കാലൊന്ന് തട്ടിയ ഞാനൊന്ന് റിവൈൻഡ് ചെയ്യും. ആ 2-3 ദിവസത്തെ കാര്യങ്ങൾ ഞാനൊന്ന് പുറകോട്ട് പോകും. എവിടെയാണ് ഞാൻ എൻ്റെ കർത്താവിനെ തള്ളി പറഞ്ഞത്? എവിടെയെങ്കിലും എനിക്കൊരു എൻ്റെ ആദരം എന്നെ ചതിച്ചിട്ടുണ്ടോ? ഞാൻ എവിടെയെങ്കിലും കർത്താവിനെതിരായി സംസാരിച്ചിട്ടുണ്ടോ? ഞാനൊന്ന് പുറകോട്ട് ചിന്തിച്ചു പോകും. ഞാൻ കൈ ഉയർത്തി പറയും, കർത്താവേ, എൻ്റെ കാൽ കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് എന്നെ കൈകളിൽ വഹിക്കുന്നുവെങ്കിൽ, എൻ്റെ കാൽ കല്ലിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവിൻ്റെ സംരക്ഷണം എവിടെയോ മാറിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഞാനാണ്. എന്നോട് പൊറുക്കണമേ, എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപങ്ങളെ കഴുകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങും. എത്ര പേര് ഇങ്ങനെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്? ചിലർക്ക് സ്ഥിരം മറ്റേ ഡാമേജ് പറ്റി ബാൻഡേജ് അവരുടെ കയ്യിലുണ്ടാവും. എപ്പോഴും പരിക്ക. ഇന്ന് കൈയാണെങ്കിൽ നാളെ കാലാണ്, പിറ്റേ ദിവസം നെറ്റിയിലായിരിക്കും, അതിൻ്റെ പിറ്റേ ദിവസം പുറത്തായിരിക്കും. ചില അമ്മച്ചിമാർ വന്നിട്ട് പറയും, ബ്രദറെ വേദനയാണ്. അമ്മച്ചി എവിടെയാണ് പ്രാർത്ഥിക്കേണ്ട വേദന? അതിപ്പോൾ വേദന ഇല്ലാത്ത സ്ഥലമൊന്നുമില്ല മോൻ, എല്ലായിടത്തേക്കും പ്രാർത്ഥിച്ചോ. ഒരു ഓണമൊക്കെ അല്ലേ, അല്ലെങ്കിൽ ക്രിസ്മസ് ഒക്കെ അല്ലേ, ഒരു ഓഫറായിട്ടിരിക്കട്ടെ. ഇനി വേദന ഇല്ലാത്ത എവിടെയെങ്കിലും ഉണ്ടായാലല്ലേ ഇല്ല എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ശരീരം മുഴുവൻ വേദനയാണ്. ദൈവത്തിന്റെ വചനം പറയാ, നിന്റെ കാൽ കല്ലിൽ തട്ടത്തല്ല. ദൂതന്മാരോട് ദൈവം കൽപ്പിക്കുമെന്ന്. എൻ്റെ മകൻ ഇതാ രാത്രിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാഹനം ഓടിക്കുകയാണ്, ദൂതന്മാരെ സംരക്ഷിക്കാൻ ഏർപ്പാടാക്കും. തൊട്ട് മുൻപ് ഇവിടെ ആരാധന നടത്തി പോയ നമ്മുടെ റോയ് ബ്രദറില്ലേ, എത്ര ആക്സിഡന്റ്, 6-7 എത്രയാണെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല. ഒരുപാട് ആക്സിഡന്റുകൾ. പക്ഷെ ഒരൊറ്റ ആക്സിഡന്റിൽ പോലും ഒരു ചെറിയ പരിക്ക് പോലും അദ്ദേഹത്തിന് പറ്റിയിട്ടില്ല. ഇപ്പം അത് നിന്നു അല്ലേ റോയ് ബ്രദറെ? ആ ആക്സിഡന്റിന്റെ അത് അവരുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് ഒത്തിരി മന്ത്രവാദവും ആഭിചാരവും അങ്ങനെയുള്ള കുറേ മേഖലകൾ. ദൈവം അതിൻ്റെ വിടുവിക്കലിൻ്റെ ആ ഒരു പൂർത്തീകരണം നടത്തിയതിന് ശേഷം ആ പ്രശ്നം അവിടെ നിന്നില്ല. ആ ബന്ധനം അഴിച്ചതിന് ശേഷം ആ പ്രശ്നമില്ല. മറ്റേ സ്ഥിരം അങ്ങനെയാണ്. സാമ്പത്തികമായ പ്രശ്നങ്ങൾ ഉണ്ടാകും, അടിക്കും. പക്ഷേ നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവൻ നിന്നെ കരങ്ങളിൽ വഹിക്കും. എൻ്റെ വണ്ടി ഇതുപോലെ തന്നെ ടോട്ടൽ ലോസ് ആയ സന്ദർഭമുണ്ട്. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവിംഗ് സൈഡ് മുഴുവൻ, അതായത് ഓൾമോസ്റ്റ് എൻ്റെ ഡ്രൈവിങ്ങിൻ്റെ ഡോറ്, ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സൈഡിലെ ഡോറ് ലോറിയും ഇടിച്ചിട്ട് ആ ഡോറില്ല, ഡോറ് പൊളിഞ്ഞുപോയി. ഈ അവസ്ഥയിൽ എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചു. പക്ഷെ എൻ്റെ വാഹനത്തിലുണ്ടായിരുന്ന 5 പേരിലും ഒരു ഇറ്റ് രക്തം കാണാൻ ദൈവം അനുവദിച്ചില്ല എന്നുള്ളതാണ്. അതുപോലെ സംരക്ഷിച്ചൊരു ദൈവത്തെ, നമ്മുടെ ബിബിൻ ബ്രദർ, ഷൈനി സിസ്റ്റർ, 2 പേരും പോകുമ്പോൾ വണ്ടി ടോട്ടൽ ലോസായി. ഒരൊറ്റ അപകടം പോലും, ഒരു പോറൽ പോലും സംഭവിക്കാതെ ദൈവത്തിൻ്റെ ദൂതൻ അവരെ കൈകളിൽ വഹിച്ചു. എവിടെയാണ് ദൂതൻ നമ്മളെ സംരക്ഷിക്കുന്നത്? എവിടെയാണ് ദൂതൻ്റെ സംരക്ഷണം നമ്മളിൽ നിന്നും പോകുന്നത് എന്ന് നോക്കിയാൽ വ്യക്തമായിട്ട് ലൂക്കാസ് സുവിശേഷം യേശു പറയുകയാണ്, മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവരെ ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുൻപിലും ഞാൻ തള്ളിപ്പറയും. ദൂതനോട് പറയും, നീ പോകണ്ട, നീ സംരക്ഷിക്കണമെന്ന് പറയും. എന്നാൽ
മനുഷ്യരുടെ മുൻപിൽ യേശുവിൻ്റെ മഹത്വം, യേശുവിൻ്റെ നാമം ഏറ്റു പറയുന്നവൻ്റെ നിന്റെ യാത്രയിൽ ദൂതന്മാർ സംരക്ഷിക്കും. നിന്റെ വഴികളിൽ ദൂതന്മാർ ഇറങ്ങും. നിന്നെ അപകടത്തിൽപ്പെടുത്താതെ ദൈവത്തിൻ്റെ ദൂതന്മാർ ഇറങ്ങി വന്ന് നിന്നെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊളോസ്യ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യം. കൊളോസ്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. നിങ്ങൾ വാക്കാലോ പ്രവൃത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശുക്രിസ്തു വഴി പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. നിങ്ങൾ എന്ത് ചെയ്താലും, നിങ്ങൾ വാക്കാലോ പ്രവർത്തിയാലോ എന്ത് ചെയ്താലും അതെല്ലാം കർത്താവായ യേശു വഴി പിതാവായ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട്, കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് അവന്റെ നാമത്തിൽ ചെയ്യുവിൻ. സകല പ്രവൃത്തികളും എല്ലാം ചെയ്യുമ്പോൾ, എന്ത് ചെയ്യുമ്പോഴും കർത്താവിന് മഹത്വം കൊടുത്തുകൊണ്ട് നിങ്ങൾ ചെയ്യുവിൻ. ഇതാണ് അനുഗ്രഹം. ദൂതന്മാർ നിങ്ങളുടെ ചുറ്റും ഉണ്ടാകും. ഏത് പ്രതിസന്ധിയിലും ഏത് പ്രതികൂലത്തിലും ദൂതന്മാർ നിങ്ങളുടെ ചുറ്റുമുണ്ടാകും. ദാനിയേലിന്റെ 3 സുഹൃത്തുക്കള് എവിടെ വീണു? തീച്ചൂളയിൽ വീണു. ഒറ്റയ്ക്കായിരുന്നോ? 3 പേരെ തീച്ചൂളയിലിട്ടെ. എത്ര പേരുണ്ടായിരുന്നു? 4 പേരുണ്ടായിരുന്നു. കാരണം തീച്ചൂളയിലും ചൂടേൽക്കാത്തവണ്ണം സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണാൻ പറ്റും. സിറിയയില് കൊച്ചു കുഞ്ഞുങ്ങളടങ്ങുന്ന വലിയൊരു സംഘത്തെ ഇരുമ്പ് കൂട്ടിലിട്ട് പെട്രോൾ ഒഴിച്ച്, ഡീസൽ ഒഴിച്ച് തീ കൊടുത്തു. തീ കൊടുക്കുമ്പോഴും കുഞ്ഞുങ്ങൾ കരയുന്നില്ല. കാരണം മരണത്തിന്റെ നടുവിലും ദൂതന്മാരുടെ സംരക്ഷണം ഉണ്ടായിരുന്നു. മരിക്കുമ്പോഴും ദൂതന്മാരുടെ ഒരു സംരക്ഷണം അവിടെ ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ വചനം പറയുന്നത് ഇതാ, നീ ചിലപ്പോ മരണപ്പെട്ടേക്കാം, പക്ഷേ അവിടെയും സ്വർഗീയ ദൂതന്മാർ നിന്നെ കരങ്ങളിൽ വഹിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. എലീശ പ്രവാചകന്റെ ചുറ്റും സൈന്യം ശക്തമായി വരുമ്പോഴും എലീശ പ്രാർത്ഥിക്കുന്നുണ്ട്. അവന്റെ ശിഷ്യന്റെ കണ്ണു തുറക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴാണ് ഒരു വലിയ ദൂത സൈന്യം അവരുടെ ചുറ്റും പാളയം അടിച്ചിരിക്കുന്നത്. മലാഗ്നേയ സർപ്പങ്ങൾ അല്ലെങ്കിൽ വലിയ സൈന്യം, ദൂതന്മാരുടെ വലിയ സംരക്ഷണം അവർക്ക് ചുറ്റും നിൽക്കുന്നത് ദൈവം കാണിച്ചു കൊടുത്തു. നമുക്ക് ചുറ്റും ആരാ ഉള്ളേ? സംരക്ഷണം ഇല്ലെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചോ, നീ അതരം കൊണ്ട് കർത്താവിനെ ഏറ്റു പറയുന്നില്ല. ഹൃദയത്തിൽ നിന്റെ വിശ്വാസത്തിൽ എവിടേക്കും നീ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നു. യേശു കർത്താവാണെന്ന് ഏറ്റു പറയുമ്പോൾ യാതൊരുവിധ അഡ്ജസ്റ്റ്മെന്റ് അതിനകത്തില്ല. ഒരൊറ്റ വേ ഉള്ളൂ, എൻ്റെ കർത്താവ് എൻ്റെ യേശുവാണ്, മറ്റാരും ഇല്ല. അതിൻ്റെ ഇടയിൽ ആരെങ്കിലും കയറുമോ? എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടോ? ഇല്ല. ഒരൊറ്റ ആള്, യേശുവാണ് എൻ്റെ കർത്താവ്, വേറൊന്നുമില്ല അതിനകത്ത്. മർക്കോസ് 8:38 വാക്യം. പാപം നിറഞ്ഞതും അവിശ്വസ്തവുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോട് കൂടെ വരുമ്പോൾ ലജ്ജിക്കും. നമ്മളെല്ലാം ബൈബിള് കൊണ്ടുവന്ന് വരും അല്ലേ? ബൈബിള് കൊണ്ടുവന്ന് വന്നിട്ടുള്ളവരൊന്ന് കൈവയ്ക്കുക. ഇന്ന് ബൈബിളുമായിട്ട് ഇവിടെ വന്നിട്ടുള്ളവരൊന്ന് കൈവയ്ക്കുക. ഓക്കെ, ബൈബിള് കൊണ്ടുവരുത്താരും ഞാൻ കൈവക്കിക്കുന്നില്ല. എന്താണത്? ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം. പാപം നിറഞ്ഞതും അവിശ്വസ്തതയുമായ ഈ തലമുറയിൽ എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി മനുഷ്യപുത്രനും തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ പരിശുദ്ധ ദൂതന്മാരോടുകൂടെ വരുമ്പോൾ ലജ്ജിക്കും. ഇത് കൊണ്ടുവരുന്ന ഒരു അഭിമാനമായി കരുതുന്നവർ എത്ര പേരുണ്ടോ അവരെ കുറിച്ച് സ്വർഗം അഭിമാനിക്കും, ക്രിസ്തു അഭിമാനിക്കും. ഇത് കൊണ്ടുവരുന്നത് ഒരു ലജ്ജയായി കരുതുന്നവരുണ്ടെങ്കിൽ അവരെ കുറിച്ച് സ്വർഗവും ലജ്ജിക്കും എന്നാണ് ദൈവത്തിൻ്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. നമ്മളൊരു കാര്യം ചെയ്യുകയും ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും പറഞ്ഞു വെക്കുന്നൊരു കാര്യമുണ്ട്. നമ്മൾ എന്തുകൊണ്ട് ഓണം ആഘോഷിച്ചില്ല? ഓണം ലോകം മുഴുവൻ ആഘോഷിച്ചപ്പോൾ നമ്മൾ ഓണം ആഘോഷിച്ചില്ല. എന്തുകൊണ്ടാണ്? അത് ദൈവവചന വിരുദ്ധമാണ്. നമ്മൾ എന്തുകൊണ്ട് വിഗ്രഹാരാധന ചെയ്യുന്നില്ല? അത് ദൈവവചന വിരുദ്ധമാണ്. സകല കാര്യത്തിനും നമുക്ക് അടിസ്ഥാനമായ ഒരു ഉപദേശം എന്ന് പറയുന്നത് എന്താണ്? ദൈവവചനമാണ്. ഇത് നമ്മളെ ലജ്ജയ്ക്ക് കാരണമാണോ അഭിമാനമാണോ? ലജ്ജയാണോ അഭിമാനമാണോ? ഈ ദൈവവചനം എപ്പോൾ നിനക്ക് അഭിമാനമാകുന്നു അപ്പോൾ സ്വർഗത്തിലെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങി വരാൻ തുടങ്ങും. നിനക്ക് വേണ്ടി അവൻ ഇറങ്ങി വരും. എന്നാൽ എപ്പോഴൊക്കെ നിനക്കിത് ലജ്ജയ്ക്ക് പാത്രമാകുന്നു അപ്പോഴെല്ലാം. ഞങ്ങളുടെ ഇടവക പള്ളിയിൽ ഒരു ധ്യാനം നടന്നു ഒരു 5 വർഷം മുൻപ്.
ഇടവക പള്ളിയിൽ ഒരു ധ്യാനം നടന്നു. അച്ഛൻ ബൈബിൾ വചനം പറഞ്ഞു, നിങ്ങളൊന്ന് വായിക്കി ബൈബിൾ എടുത്തെന്ന് പറഞ്ഞപ്പം ആകെ ഒരാൾ മാത്രം ബൈബിൾ എടുത്ത് തുറന്നു. ഒരേ ഒരാൾ മാത്രം ബൈബിൾ എടുത്ത് തുറന്നു. അത് വായിച്ചു. അത് മറ്റാരുമല്ല, ഞാനല്ല, എൻ്റെ ഭാര്യയായിരുന്നു. ഞാൻ ബൈബിൾ കൊണ്ടുപോയിട്ടില്ല. ഞാൻ കൈയും വീശിയ പോയത്. കാരണം നമ്മൾ ബൈബിൾ കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇന്റർനാഷണൽ കള്ളൂടിയൻ ബൈബിൾ കൊണ്ട് വരുന്നു, വിശുദ്ധൻ എന്ന് പറയുന്നു എന്നൊക്കെ പറയുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇത്തിരി വേണ്ട, വെറുതെ എന്തിനാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കുന്നത്. നമ്മൾ കൈയും വീശി നേരെ ചെന്നു, ധ്യാനമൊക്കെ കൂടാലോ എന്നൊക്കെ പറഞ്ഞ് പോയിരുന്നു. ഞാൻ ബൈബിൾ കൊണ്ടുപോയില്ല. പക്ഷേ എൻ്റെ ഭാര്യ എന്തോ സുവിശേഷം പ്രസംഗിക്കുന്ന, ഞാൻ ബൈബിൾ കൊണ്ടുപോയില്ല. എൻ്റെ ഭാര്യ എന്തോ ഒരു താല്പര്യം തോന്നി ബൈബിൾ കൊണ്ടുപോയി. അച്ഛൻ പറഞ്ഞു, ആകെ ഇടവകയിൽ 150 പേര് ധ്യാനം കൂടാൻ വന്നതിൽ ഒരുത്തിക്ക് മാത്രം ബൈബിളുണ്ട്, മോളെ വായിക്കി എന്ന് പറഞ്ഞ് അവളെ കൊണ്ട് വായിപ്പിച്ചു. ഒരാൾക്ക് മാത്രം, ഒരേ ഒരാൾക്ക് മാത്രം. ഞാൻ അവളെ പൊക്കി പറഞ്ഞതല്ല, ഞാൻ അവളെ പൊക്കി വെച്ചിട്ട് പ്രത്യേകിച്ച് ഒന്നും കിട്ടാനൊന്നുമില്ലല്ലോ, അവളോട്ട് കേൾക്കാനും പോകുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ വചനം നമുക്ക് അഭിമാനമായിരിക്കണം. എത്ര പേര് ധ്യാനത്തിന് പോകുമ്പോൾ വചനം കൊണ്ടുപോകും? ഇടവപ്പള്ളിയിൽ, നമ്മുടെ ഇടവപ്പള്ളിയിൽ ധ്യാനം നടക്കുമ്പോൾ എത്ര പേര് ബൈബിളുമായിട്ട് വരും? എത്ര പേര് ബൈബിളുമായിട്ട് വരും? സുവിശേഷം, ദൈവവചനം നമുക്ക് ലജ്ജയാണോ അഭിമാനമാണോ എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണം. കയ്യിൽ ബൈബിൾ വെച്ചുകൊണ്ട് പോകണം. അപ്പോൾ ഒരാൾ ചോദിക്കും, എന്താണ് നിന്റെ കയ്യിലിരിക്കുന്നത്? ഇതെൻ്റെ കർത്താവിൻ്റെ വചനമാണ്. നമുക്ക് ദൈവവചനത്തെക്കുറിച്ച്, യേശുവിനെ നാമം ഏറ്റു പറയാൻ ഒരു അവസരം കിട്ടുന്നേ. ഇത് പറയാൻ നമുക്ക് ഒരു അഭിമാനം ഉണ്ടാകണം. അതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പാപം നിറഞ്ഞതും അവിശ്വസ്തതയുമായ ഈ തലമുറ എന്നെക്കുറിച്ചോ എൻ്റെ വചനത്തെക്കുറിച്ചോ ലജ്ജിക്കുന്നവനെ പറ്റി. ആരാണ് ദൈവവചനത്തെക്കുറിച്ച് ലജ്ജിക്കുന്നത്? സുവിശേഷം പറയുമ്പോൾ ആർക്കായി ലജ്ജയുള്ളേ? ആർക്കാ നാണമുള്ളേ വചനം പറയാനായിട്ട്? ബൈബിള് പറയുമ്പോൾ ആരാ ലജ്ജിക്കുന്നത്? ഒറ്റ ആളേ ഉള്ളൂ. പാപം നിറഞ്ഞതും വിശ്വാസമില്ലാത്ത അവിശ്വസ്ത, കാര്യം നടക്കാൻ വേണ്ടി സകലത്തിൻ്റെയും പിന്നാലെ പോകുന്നവൻ. ആരാണ്? അവൻ അവിശ്വസ്തനാണ്, യാതൊരുവിധ മാറ്റമില്ല. അവന് ദൈവത്തിൽ വിശ്വാസമില്ലെന്നേ പറയുമ്പോൾ ക്രിസ്ത്യാനി എന്ന് പറയും. ക്രിസ്ത്യാനി, അവൻ ക്രിസ്ത്യാനി അല്ല യഥാർത്ഥത്തിൽ. സുവിശേഷം, ദൈവവചനം അഭിമാനത്തോടുകൂടെ ഇത് കയ്യിലേന്തുന്നവനാണ് ക്രിസ്ത്യാനി. അവനെയാണ് യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റത്തുള്ളൂ. മറ്റൊരുവിനെയും അങ്ങനെ ഒരു നാമം വിളിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. ഇപ്പൊ റോമാലേഖനം 10-ാം അധ്യായം 9-10 വാക്യം വായിക്കുമ്പോൾ നമ്മളൊരു കാര്യം തിരിച്ചറിയണം. യേശു കർത്താവാണെന്ന് ആദരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവനാണ് രക്ഷ പ്രാപിക്കുന്നത്. ആദരം കൊണ്ട് ഏറ്റു പറയാൻ പറ്റണം, ഹൃദയത്തിൽ നിന്റെ വിശ്വാസം ഉണ്ടാകണം. ഇതാണ് രക്ഷയ്ക്ക് ഏക കാര്യം. നീ മുട്ടയിലഴയണ്ട, നീ നേർച്ച നേരണ്ട, നീ തലമുണ്ടനം ചെയ്യണ്ട, നീ ഉരുളണ്ട, നീ ഉരുള നേർച്ച നടത്തണ്ട, നീ ഇതൊന്നും ചെയ്യണ്ട. നീ ഒരു കോഴി വെട്ടും വേണ്ട, ഒരു ബലിയും വേറൊരു സംഭവം വേണ്ട. ഒറ്റ കാര്യമാണ് നിന്റെ രക്ഷയ്ക്ക് ആധാരമായി ദൈവവചനം പറഞ്ഞിരിക്കുന്നത്. വിശ്വസിക്കുക, ആദരം കൊണ്ട് അത് ഏറ്റുപറയുക, അനുസരണമാകുന്ന പ്രവൃത്തി. ഈ അനുസരണം, ആ അനുസരണത്തിൻ്റെ കൂടെ കുറേ കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ അനുസരണത്തിൻ്റെ പ്രാവർത്തികമായ കാര്യം, സ്നാനമാകട്ടെ, മാമോദിസയാകട്ടെ, വിശുദ്ധ കുർബാനയാകട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആത്മാവിലും സത്യത്തിലും ആരാധനയാകട്ടെ, ഇതെല്ലാം ചെയ്യും അല്ലേ? അതിൻ്റെ സ്വഭാവം അത് ചെയ്യും. ദൈവമക്കൾ, ദൈവ പൈതൽ ദൈവത്തിൻ്റെ സ്വഭാവം ചെയ്യൂല്ലേ? ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യൂല്ലേ? അത് പിന്നീട് തന്നെ വരുന്ന കാര്യമാണ്. അണ്ണാൻകുഞ്ഞിനെ മരം കയറ്റം പഠിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് തന്നെ മരം കയറിക്കോളും, കുഴപ്പമൊന്നുമില്ല. നീ ദൈവ പൈതലാണെങ്കിൽ, നീ അതരം കൊണ്ട് കർത്താവിനെ ഏറ്റു പറയുന്നുവെങ്കിൽ ബാക്കിയുള്ള കാര്യം അതിൻ്റെ പിന്നാലെ തനിയെ വന്നോളും. ഓട്ടോമാറ്റിക്കലായിട്ട് അതെല്ലാം ചെയ്യും. നീ യേശുവിനെ ഏറ്റു പറയുന്നുണ്ടെങ്കിൽ, വിശ്വാസം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ രക്ഷിക്കപ്പെടും, അനുഗ്രഹിക്കപ്പെടും. അവിടെയാണ് നമ്മുടെ അനുഗ്രഹം ഇരിക്കുന്നത്. എന്ന് പറഞ്ഞേ ഹല്ലേലൂയ.